ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ, നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിലെ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. എന്താണ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഡേറ്റ കിട്ടിക്കഴിഞ്ഞാൽ ആ ഡേറ്റയെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ പറ്റിയിട്ടുള്ള മൊത്തത്തിലുള്ള ഒരു സ്റ്റഡി, അതാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ അതിലൊരു ഡേറ്റ കിട്ടിക്കഴിഞ്ഞാൽ ആ ഡേറ്റയെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുവാണ്, അതിനെപ്പറ്റി മനസ്സിലാക്കുവാണ്. അതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് നമ്മൾ പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അടുത്തൊരു കാര്യമാണ് ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് എ ഡേറ്റ. ഒരു ഡേറ്റയുടെ ബേസിക് ആയിട്ടുള്ള 4 പ്രോപ്പർട്ടീസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ഈ 4 പ്രോപ്പർട്ടീസ് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡേറ്റ കംപ്ലീറ്റ്ലി ഡിഫൈൻഡ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതായത് ഏതൊക്കെയാണ് ആ 4 പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ടെൻഡൻസി, ഡിസ്പേഷൻ, സ്ക്യൂനെസ്, കർട്ടോസിസ്. ഈ 4 പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് എ ഡേറ്റ എന്ന് നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ പറ്റിയിട്ടുള്ള ഇത് തന്നെയാണ് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ 4 പ്രോപ്പർട്ടീസിനെ പറ്റി നമ്മൾ സ്റ്റഡി ചെയ്യുന്നതാണ് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ ഇപ്പൊ ഞാൻ ഡേറ്റ എന്നൊക്കെ പല രീതിയിൽ പറയും. നമുക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഡേറ്റ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാം അറിയാം. പക്ഷെ എന്നാലും നമ്മളൊരു ഡേറ്റ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജനറൽ ആയിട്ട് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ ഒരു ഡേറ്റ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇപ്പം ഒരു ക്ലാസ്സിലുള്ള കുട്ടികളുടെ മാർക്ക് നമ്മൾ ഇവിടെ എഴുതുകയാണെന്ന് വിചാരിക്കും. ഇപ്പം 2, 5, 7 എന്നൊക്കെ പറഞ്ഞാൽ കുട്ടികളുടെ മാർക്ക് എഴുതുകയാണെന്ന് വിചാരിക്കുക. ഇതൊരു ഡേറ്റയാണ്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്, പല പല രാജ്യങ്ങളിലുള്ള ഫ്ലാഗുകൾ, അവരുടെ ഫ്ലാഗുകൾ ഞാൻ ഇവിടെ കൊടുത്തേക്കുവാണ്. ഇതൊന്ന് പറയുന്നത് ഒരു ഡേറ്റ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതുപോലെ നമുക്ക് ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് നമ്മൾ ഈ കളക്ട് ചെയ്ത് വെക്കുന്ന ഇതിനെ നമ്മൾ ഡേറ്റ എന്നാണ് സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പൊ ഇതുപോലത്തെ ഒരു ഡേറ്റ കിട്ടിക്കഴിഞ്ഞാൽ ആ ഡേറ്റയെ പറ്റി നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ 4 പ്രോപ്പർട്ടീസ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അറിഞ്ഞിരുന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഡേറ്റ കംപ്ലീറ്റ്ലി ഡിഫൈൻഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതിൽ ഒന്നാമത്തെ പ്രോപ്പർട്ടിയാണ് സെൻട്രൽ ടെൻഡൻസി, ഡിസ്പേഷൻ, സ്ക്യൂനെസ്, കർട്ടോസിസ്. ഇനി ഇതിലെ ഓരോ പ്രോപ്പർട്ടീസിനെയും പറ്റിയിട്ടാണ് നമ്മൾ ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അതിന് ആദ്യത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സെൻട്രൽ ടെൻഡൻസിയാണ്. എന്താണ് സെൻട്രൽ ടെൻഡൻസി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, എന്റെ കയ്യിൽ ഒരു ഡേറ്റ കിട്ടിയെന്ന് വിചാരിക്കുക. ഇപ്പൊ ഉദാഹരണത്തിന് ഞാനൊരു ഡേറ്റയാണ്, ഇപ്പം 1, 7, 8, 6 ഇങ്ങനെ ഒരു ഡേറ്റ കിട്ടിയെന്ന് വിചാരിക്കും. ഏതോ ഒരു സെറ്റ് ഓഫ് വാല്യൂസ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. എനിക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ഡേറ്റ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഒരു സിംഗിൾ വാല്യൂ ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യണം, റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റണം. അതായത് ഈ ഒരു വലിയ ഡേറ്റ എനിക്ക് എന്ത് ചെയ്യണം, ഒരു സിംഗിൾ വാല്യൂ ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യണം, റെപ്രസെന്റ് ചെയ്യാൻ പറ്റണം. ഇതിപ്പോ സിമ്പിൾ ആയിട്ട് ഒരാൾ നോക്കുമ്പോൾ വേണമെങ്കിൽ എന്ന് പറയാം, ഈ ഡേറ്റയെ മൊത്തത്തിൽ റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമുക്ക് 8 എന്നുള്ളൊരു വാല്യൂ ഉപയോഗിക്കാം. ഞാൻ വെറുതെ പറഞ്ഞതാണ് 8 എന്നുള്ളൊരു വാല്യൂ ഇവിടെ ഉപയോഗിക്കാൻ പറ്റും. ഇതാണ് എന്തെന്ന് പറയുന്നത്, ഇവിടുത്തെ സെൻട്രൽ ടെൻഡൻസി വാല്യൂ എന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ എന്താണ്, ഒരു ഡേറ്റാ സെറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ഡേറ്റാ സെറ്റിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമുക്കൊരു സിംഗിൾ വാല്യൂ ഉപയോഗിക്കാൻ പറ്റും. അതാണ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോ എന്ത് ചെയ്യുന്നു, ഇപ്പം പ്ലസ് ടു കഴിഞ്ഞിട്ട് നിങ്ങൾ അടുത്ത ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്തു, പ്ലസ് ടുവിന്റെ മാർക്ക് നിങ്ങൾ ആരെങ്കിലും ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഓരോ സബ്ജക്റ്റിനും കിട്ടിയ മാർക്കാണോ നമ്മൾ പറയുന്നത്? അല്ല, നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് കിട്ടിയേക്കുന്ന ഒരു ആവറേജ് മാർക്ക് പറയാം. അല്ലെങ്കിൽ എന്ത് ചെയ്യും, നമുക്കുള്ള പ്ലസ് ടുവിന്റെ ഒരു പഠനത്തിനെ മൊത്തത്തിൽ ഇത് ചെയ്യാനായിട്ട് നമ്മൾ എന്താ 87% അല്ലെങ്കിൽ 85% എന്നൊക്കെ പറയാം. അവിടെയും എന്ത് തന്നെയാണ്, ഇതിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമ്മളൊരു സിംഗിൾ വാല്യൂ ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്. അതായത് നിങ്ങളെ പ്ലസ് ടുവിന് പഠിച്ചേക്കുന്ന ആ ഒരു നിലവാരത്തിനെ മനസ്സിലാക്കാനായിട്ട് ഒരു സിംഗിൾ വാല്യൂ ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ഇത് തന്നെയാണ് എന്തെന്ന് പറയുന്നത്, സെൻട്രൽ ടെൻഡൻസി എന്ന് നമ്മൾ പറയുന്നത്. ഇനി ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കുക, എപ്പോഴും നമ്മൾ എടുക്കുന്ന ഈ ഒരു സെൻട്രൽ ടെൻഡൻസി വാല്യൂ ഉണ്ടല്ലോ, അല്ലെങ്കിൽ എന്താണ്, ഒരു ഡേറ്റയെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സിംഗിൾ വാല്യൂ ഉണ്ടല്ലോ, ആ വാല്യൂവിന് ചുറ്റുമായിരിക്കും, ഇവിടെയാണെങ്കിൽ ആ വാല്യൂവിന് ചുറ്റുമായിരിക്കും ബാക്കിയുള്ള വാല്യൂസ് എല്ലാം എന്ത് ചെയ്യുക, ഉണ്ടാവുക. ഇതും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കുക. സെൻട്രൽ ടെൻഡൻസിയുടെ ഡെഫിനിഷൻ ആയിട്ട് പറയുമ്പോഴും നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, അതായത് ബാക്കിയുള്ള വാല്യൂസ് എല്ലാം എന്ത് ചെയ്തിരിക്കുകയാണ്, ഈ സെൻട്രൽ ടെൻഡൻസി മെഷർ അല്ലെങ്കിൽ ഈ സെൻട്രൽ വാല്യൂവിന്റെ ചുറ്റും ഇങ്ങനെ ക്ലസ്റ്റർ ചെയ്തിട്ടായിരിക്കും അവിടെ ഉണ്ടാവുക. ഇതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സെൻട്രൽ ടെൻഡൻസി എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി എനിക്കിപ്പോ വെറുതെ ഒരു വാല്യൂവിനെ എടുത്തു വെച്ച് ഞാനിപ്പോ ഇവിടെ പറഞ്ഞു 8 ആണ് ഇവിടുത്തെ സെൻട്രൽ വാല്യൂ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ സെൻട്രൽ ടെൻഡൻസി വാല്യൂ എന്ന് പറഞ്ഞു. എനിക്ക് വെറുതെ അങ്ങനെ പറയാനൊന്നും പറ്റത്തില്ല. അതിന് ചില പ്രോപ്പർട്ടീസ് ഒക്കെ എന്ത് ചെയ്തിരിക്കണം, ഈ സെൻട്രൽ ടെൻഡൻസി മെഷർ ഹോൾഡ് ചെയ്തിരിക്കണം. ഓക്കെ, ആ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ഇനി അടുത്ത പറയാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിജിഡിറ്റി ആണ്. എന്താണ് റിജിഡിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഏതെങ്കിലും ഒരു സെൻട്രൽ ടെൻഡൻസി മെഷർ എടുക്കുന്നെന്ന് വിചാരിക്കുക. ഓക്കെ,
ആ സെൻട്രൽ ടെൻഡൻസി മെഷർ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു വാല്യൂ, ഒരു സിംഗിൾ വാല്യൂവിനെ എടുത്ത് എന്ത് ചെയ്യാൻ പോവുകയാണ്, ഇതിന് മൊത്തത്തിൽ പകരക്കാരനായിട്ട് ഉപയോഗിക്കാൻ പോവുകയാണെന്ന് വിചാരിക്കുക. ഉറപ്പായിട്ടും അത് എന്തായിരിക്കണം, അത് റിജിഡിലി ഡെഫൈൻഡ് ആയിരിക്കണം. അല്ലെങ്കിൽ എന്താണ്, നമ്മൾ ഉപയോഗിക്കുന്ന മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ഏത് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണ് ഉപയോഗിക്കുന്നത് എന്തായിരിക്കണം, അത് റിജിഡ് ആയിരിക്കണം. അതെന്തായിരിക്കണം, ക്ലിയറും അതുപോലെ കൺഫ്യൂസിങ്ങും ആവാത്ത രീതിയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കണം. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലിസിറ്റിയാണ്. അതായത് നമ്മൾ അവിടെ എന്ത് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഏത് വാല്യൂ ആണ് ഉപയോഗിക്കുന്നത്, ആ വാല്യൂ എന്തായിരിക്കണം, വളരെ സിമ്പിൾ ആയിരിക്കണം. വളരെ ഒരാൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ എന്തുകൊണ്ടാണ് ഞാൻ ആ വാല്യൂ എടുത്തതെന്ന് മനസ്സിലാക്കണം. ഇപ്പൊ ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ആ 8 എന്നുള്ള വാല്യൂ ഇവിടെ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നതുകൊണ്ടാണ് ഞാനത് ഉപയോഗിച്ചത്. അതേ കണക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അത് സിമ്പിൾ ആയിട്ട് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. അടുത്ത അണ്ടർസ്റ്റാൻഡബിലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വാല്യൂ കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, അത് ഒരാൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവണം. അതായത് ഒരു മാത്തമെറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടോ ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് കണ്ടു കഴിഞ്ഞാലും മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് ആ വാല്യൂ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി അടുത്ത ഇൻക്ലൂസിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ ഉപയോഗിച്ചേക്കുന്ന ഈ വാല്യൂ എല്ലാ വാല്യൂസിനെയും ഡിപ്പെൻഡ് ചെയ്ത് വേണം വരാനായിട്ട്. നമ്മൾ ഉപയോഗിക്കുന്ന വാല്യൂ എല്ലാ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്ത് വേണം വരാൻ. പക്ഷെ ഞാനിപ്പോ ഇവിടെ എടുത്ത 8 എന്നുള്ള വാല്യൂ ബാക്കിയുള്ള ആൾക്കാരെ ഡിപ്പെൻഡ് ഒന്നും ചെയ്യുന്നില്ല, വെറുതെ ഞാൻ എടുത്ത് എഴുതി എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എന്തായിരിക്കണം, ഇത് എല്ലാ ആൾക്കാരെയും ഡിപ്പെൻഡ് ചെയ്തായിരിക്കണം നമ്മൾ എടുക്കേണ്ടത് ഈ വാല്യൂ വരേണ്ടത്. ഓക്കെ, ഈ അടുത്ത സ്റ്റെബിലിറ്റി ആണ്. സ്റ്റെബിലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിഫറെന്റ് സാമ്പിൾസ് ഡ്രാൻ ഫ്രം ദ സെയിം പോപ്പുലേഷൻ ഷുഡ് ഈൽഡ് ആവറേജസ് ദാറ്റ് ആർ നോട്ട് സിഗ്നിഫിക്കന്റ്ലി ഡിഫറെന്റ്. അതായത് എന്റെ കയ്യിൽ ഒരു വലിയ പോപ്പുലേഷൻ ഉണ്ട്. അതായത് ഞാൻ ഇവിടെ എന്ത് ചെയ്തു, ഒരു വലിയൊരു ക്ലാസ് റൂം എടുക്കുന്നു വിചാരിക്കാം. ഈ ക്ലാസ് റൂമിനകത്ത് ഞാൻ എടുത്ത ക്ലാസ് റൂമിൽ ഞാൻ ഒരു വലിയ ക്ലാസ് റൂം ഉണ്ട്. ഇതിനകത്ത് എല്ലാം കൂടെ ഒരു 100 കുട്ടികളുണ്ടെന്ന് വിചാരിക്കുക. ഞാൻ ഇതിനകത്ത് ഒരു 10 കുട്ടികളെ മാത്രം എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, അവിടെ ഞാനൊരു വാല്യൂവിനെ എടുത്ത് ഞാൻ ഇവിടുത്തെ സെൻട്രൽ ടെൻഡൻസി വാല്യൂ ആയിട്ട് കൊടുക്കുന്നു. വേറൊരാൾ വന്നിട്ട് വേറൊരു 10 പേരെ എടുത്തിട്ട് അവിടുത്തെ വാല്യായിട്ട് കൊടുക്കുന്നു. വേറൊരാൾ വന്ന് അടുത്ത 10 പേരെ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, ഇതാണ് ഇവിടുത്തെ സെൻട്രൽ ടെൻഡൻസി വാല്യൂ എന്ന് പറഞ്ഞ് അതിനകത്തും ഒരു വാല്യൂവിനെ എടുത്ത് കൊടുക്കുന്നു. ഈ 3 വാല്യൂസും 3 തരം വാല്യൂസ് ആണ് നമുക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ ഇത് ഡിഫറെന്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമ്മൾ അവിടെ ഉപയോഗിച്ച മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഉപയോഗിക്കാൻ പറ്റാത്തൊരു മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസിയാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ത് ചെയ്യാൻ പാടില്ല, വരാനായിട്ട് പാടില്ല. അടുത്ത പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾജിബ്രായിക് കോമ്പാക്ടിബിലിറ്റി. ഈ ആൾജിബ്രായിക് കോമ്പാക്ടിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല, ഞാൻ അവിടെ എടുത്തേക്കുന്ന വാല്യൂവിനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഫർദർ ആയിട്ടുള്ള അനാലിസിസിനും കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റണം. അല്ലെങ്കിൽ ആ വാല്യൂ ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് അടുത്ത സ്റ്റഡീസും കാര്യങ്ങളും എല്ലാം എന്ത് ചെയ്യാൻ പറ്റണം, ചെയ്യാനായിട്ട് സാധിക്കണം. അടുത്ത റോബസ്റ്റ്നെസ് ആണ്. റോബസ്റ്റ്നെസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെ വേറെ വാല്യൂസ് ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, എക്സ്ട്രീം വാല്യൂസ് ഒന്നും അഫക്ട് ചെയ്യാനായിട്ട് പാടില്ല. അപ്പൊ നമുക്കൊരു സംശയം വരും, എന്താണ് എക്സ്ട്രീം വാല്യൂസ്? എക്സ്ട്രീം വാല്യൂസ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഇത്രയേ ഉള്ളൂ. ഞാനിപ്പം 1, 2, 3 എന്ന് പറയുന്ന ഒരു വാല്യൂ എടുക്കുന്നത് വിചാരിക്കും, ഒരു ഡേറ്റാ സെറ്റ്. ഞാനിവിടെ എന്ത് ചെയ്തു, ഞാനിവിടെ എടുത്ത സമയത്ത് ഞാൻ ഈ 3 എന്നുള്ളത് എഴുതിയപ്പോൾ ഞാൻ മാറിപ്പോയി എനിക്ക്. അതായത് ഞാൻ എഴുതുന്നത് 1, 2, 145 എന്നാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്താണ്, ഇതിനെ ഒരു എക്സ്ട്രീം വാല്യൂ ആയിട്ടായിരിക്കും പറയുന്നത്. അല്ലെങ്കിൽ ഈ ഡേറ്റാ സെറ്റുമായിട്ട് ചേരുന്ന ഒരു വാല്യൂ അല്ല. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും വലിയ വാല്യൂ 3 ആയിരുന്നു, അതിനേക്കാൾ വളരെ വലിയൊരു വാല്യൂ എടുക്കുന്നു. ഇതിനെയാണ് നമ്മൾ ഔട്ട്ലേയേഴ്സ് അല്ലെന്നുണ്ടെങ്കിൽ എക്സ്ട്രീം വാല്യൂ എന്നൊക്കെ ഉള്ള ടൈം വെച്ച് നമ്മൾ പറയാറുള്ളത്. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ഇപ്പം 1, 2, 3 ഇതിന് പകരം നമ്മൾ 1ന് പകരം ഒരു -40 ആണ് വരുന്നതെന്ന് വിചാരിക്കുക. -40 2 3 എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ പറയുക, ഈ -40 എന്ന് പറയുന്ന ഒരു എക്സ്ട്രീം വാല്യൂ ആയിട്ട് വരും. ഇത്തരത്തിൽ നമ്മളൊരു ഡേറ്റാ സെറ്റ് എടുക്കുന്ന സമയത്ത് ചെറിയ ഒരു മിസ്റ്റേക്ക് വന്നു അല്ലെങ്കിൽ ഒരു എക്സ്ട്രീം വാല്യൂ കയറി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ആൻസർ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സെൻട്രൽ ടെൻഡൻസി മെഷർ അധികം പ്രശ്നം ഉണ്ടാവാനായിട്ട് പാടില്ല. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾക്ക് പ്രധാനമായിട്ടുള്ള നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസീസ് ആണ് ഇനി നമ്മൾ അടുത്തതായിട്ട് പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് മീനാണ്. നമുക്ക് പ്രധാനമായിട്ടുള്ള 5 മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസികളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യത്തത് മീനാണ്, അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് അരിത്തമെറ്റിക് മീൻ എന്ന് പറയാൻ പറ്റും. അത് കഴിഞ്ഞ് അടുത്തത് മീഡിയൻ ആണ്, അടുത്തത് മോഡ്, ഹാർമോണിക് മീൻ, ജോമെട്രിക് മീൻ. ഈ 5 ആൾക്കാരെ പറ്റിയിട്ടാണെങ്കിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. ഇതിന്
ആണ് അരിത്തമെറ്റിക് മീൻ, അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, മീൻ എന്ന് പറയുന്നത് ആണ് നമ്മൾ ഇനി അടുത്തായിട്ട് പറയാൻ പോകുന്നത്. എന്താണ് അരിത്തമെറ്റിക് മീൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. അതായത് ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ 1, 2, 3 എന്നുള്ള 3 നമ്പറുകൾ ഇവിടെ എടുക്കുന്നത് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടുത്തെ ഒരു സെൻട്രൽ വാല്യൂ ആയിട്ട് ഞാൻ അരിത്തമെറ്റിക് മീൻ ഉപയോഗിക്കുന്നു. അല്ലെങ്കിൽ അരിത്തമെറ്റിക് മീൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 + 2 + 3 ഹോൾ ഡിവൈഡഡ് ബൈ 3. അതായത് നമുക്ക് എന്ത് ചെയ്യാം, 1, 2, 3 കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും, 6 എന്ന് കിട്ടും. 6/3 എത്രയെന്ന് എടുക്കാൻ പറ്റും, 2 എന്ന് എടുക്കാൻ പറ്റും. ഇതാണ് എന്തെന്ന് പറയുന്നത്, നമ്മളിവിടെ അരിത്തമെറ്റിക് മീൻ അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് നമ്മൾ മീൻ എന്ന് പറയുന്ന ആള്. ഓക്കെ, മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് അവിടെയുള്ള ആൾക്കാരുടെ എല്ലാം കൂടെ ടോട്ടൽ എടുക്കുന്നു. അവിടെയുള്ള ആൾക്കാരുടെ എല്ലാം കൂടെ ടോട്ടൽ എടുത്തിട്ട് അതിനെ എന്ത് ചെയ്യുന്നു, അതിന്റെ അവിടുത്തെ എണ്ണം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. അവിടുത്തെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇതാണ് അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ X എന്നുള്ളൊരു നൊട്ടേഷനൊക്കെയാണ് അരിത്തമെറ്റിക് മീൻ നമ്മൾ കൊടുക്കാറുള്ളത്. അതും നമ്മൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഇതാണ് അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത്. ഇനി ഞാൻ ഡേറ്റയെ പറ്റി പറയുന്നത് കൊണ്ട് തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ചെറിയ കാര്യം കൂടെ പറയാം. നമുക്ക് ഈ ഡേറ്റയെ തന്നെ നമുക്ക് 3 രീതിയിൽ പ്രധാനമായിട്ട് തരംതിരിക്കാൻ പറ്റും. അതിന് ഒന്നാമത്തെ ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ ഡേറ്റ എന്നാണ് പറയുന്നത്. എന്താണ് റോ ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയാറുണ്ട്, ഇപ്പം ഒരു സാമ്പാർ വെക്കാനുള്ള റാ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ എന്താണ്, സാമ്പാർ വെക്കാൻ ആവശ്യമായ ഓരോ സാധനങ്ങളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മല്ലിപ്പൊടി, മുളക് പൊടി, അങ്ങനെ ഓരോ സാധനങ്ങളെയാണ് നമ്മൾ അവിടുത്തെ റാ മെറ്റീരിയൽ എന്ന് പറയുന്നത്. അതുപോലെ റാ ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വലിയ ഡേറ്റ അല്ലെങ്കിൽ ഒരു ഡേറ്റയെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ പറക്കി എഴുതുന്നു. 1, 2, 7, 8, 5 ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, പറക്കി ഇങ്ങനെ എടുത്ത് എഴുതുന്ന ഡേറ്റാസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റോ ഡേറ്റ എന്ന് നമ്മൾ പറയുന്നത്. ഇനി അടുത്ത ഒരു തരം ഡേറ്റ ഉണ്ട് നമുക്ക്. അടുത്ത തരം ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡാറ്റ എന്ന് പറയും. ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡാറ്റ എന്ന് പറയുന്നത് അടുത്തൊരു തരം ഡാറ്റ. ഈ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡാറ്റ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ ഈ റോ ഡാറ്റ തന്നെയാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതും, അല്ലെങ്കിൽ അതിനെ ഒരു ടേബിളിലേക്ക് ആക്കി എഴുതുന്നതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ടേബിൾ, അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡാറ്റ, അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്നൊക്കെ പറയാൻ പറ്റും. ഇത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എഴുതാം. ഞാനിവിടെ ഒരു XIയും ഒരു FIയും കൂടെ ഡിഫൈൻ ചെയ്യണം. എന്താണെന്ന് പറഞ്ഞുതരാം. ഇപ്പൊ ഇവിടെ 1, 3, 5, 7 എന്നൊക്കെ പറഞ്ഞ് നമ്പർ എടുക്കുന്നു. ഇവിടെ എന്ത് ചെയ്യണം, ഞാൻ അതിന്റെ ഫ്രീക്വൻസി എഴുതുകയാണ്. 2, 1, 2, 3 എന്നൊക്കെ എഴുതുന്നു. ഇതിന്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇവിടുത്തെ XI അല്ലെങ്കിൽ X എടുക്കുന്ന വാല്യൂസ് എന്ന് പറഞ്ഞാൽ 1, 3, 5, 7 ആണ്. ഇവിടുത്തെ 1 എന്ന് പറയുന്ന വാല്യൂ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. 3 എന്ന് പറയുന്ന വാല്യൂ 1 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു. 5 എന്ന് പറയുന്ന വാല്യൂ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു. 7 എന്ന് പറയുന്ന വാല്യൂ 3 പ്രാവശ്യം എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പീറ്റ് ചെയ്യുന്നു. ഇത് തന്നെയാണ് ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ടേബിളിനെ എനിക്ക് വേണമെങ്കിൽ എന്താക്കാൻ പറ്റും, ഇതുപോലെ റോ ഡേറ്റ ആയിട്ട് എനിക്ക് നടത്തി എഴുതാൻ പറ്റും. കാര്യം എന്താണ്, 1 എന്ന് പറയുന്നത് 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്താൽ മതി, 1, 1, അടുത്ത 3 എന്ന് പറയുന്നത് 1 പ്രാവശ്യം, അപ്പൊ 3. 5 എന്ന് പറയുന്നത് 2 പ്രാവശ്യം, 5, 5. 7 എന്ന് പറയുന്നത് 3 പ്രാവശ്യം, 7, 7, 7. ഇത്തരത്തിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ എടുത്ത് പറക്കി ഇങ്ങനെ റോ ഡേറ്റ ആയിട്ട് എഴുതാൻ പറ്റും. പക്ഷെ ആ ഒരു കോംപ്ലക്സിറ്റി അല്ലെങ്കിൽ എന്താണ് റെപ്രസെന്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് പലപ്പോഴും, ഇതിപ്പോ ചെറിയൊരു ഡേറ്റാ സെറ്റ് ആയതുകൊണ്ടാണ്. ഇത് വളരെ വലിയ ഡേറ്റാ സെറ്റ് ഒക്കെ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതൊരു ഇതായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ടേബിൾ എന്നുള്ള രീതിയിലോട്ട് നമ്മൾ അതിനെ മാറ്റിയേക്കുന്നത്. ഇനി അടുത്ത മൂന്നാമത്തെ ഒരു തരം ഡേറ്റയാണ് ഞാൻ ഇനി അടുത്തായിട്ട് പറയാൻ പോകുന്നത്. മൂന്നാമത്തെ നമ്മളെ ഡേറ്റ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഡേറ്റ എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്താണ് കണ്ടിന്യൂസ് ഡേറ്റ എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, കണ്ടിന്യൂസ് ഡേറ്റ, ഈ കണ്ടിന്യൂസ് ഡേറ്റയെ തന്നെയാണ് നമ്മൾ ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാറുണ്ട്. ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡേറ്റ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അല്ലെങ്കിൽ വേറൊരു വാക്ക് നമ്മൾ പറയാറുണ്ട്, ക്ലാസ് ഡേറ്റ എന്നും പറയാറുണ്ട്. വാക്കുകൾ ശ്രദ്ധിക്കുക. ഒന്നുകിൽ ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ക്ലാസ് ഡേറ്റ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഈ ക്ലാസ് ഡേറ്റ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ക്ലാസ് ആയിട്ടായിരിക്കും നമ്മുടെ ഒബ്സർവേഷൻസ് വരിക. ഇവിടെ ഒരു ക്ലാസ്സും ഉണ്ടാവും, ഇവിടെ ഫ്രീക്വൻസി ഉണ്ടാവും. ഇപ്പൊ ഒരു സിമ്പിൾ എക്സാമ്പിൾ എഴുതുകയാണെങ്കിൽ 0, 10, 10, 20, 20, 30. ഇതിന്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 1, 3, 2 ഇങ്ങനെയാണെന്ന് വിചാരിച്ചു. ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. 0ക്കും 10നും ഇടയ്ക്കുള്ള ഒരാൾ ഇവിടെ ഉണ്ട്, 10നും 20ക്കും ഇടയ്ക്കുള്ള 3 പേര് ഇവിടെ ഉണ്ട്.
20ക്കും 30ക്കും ഇടയ്ക്കുള്ള 2 പേര് ഇവിടെ ഉണ്ട്. ഇതാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ക്ലാസ് ഡേറ്റയ്ക്കകത്ത് എന്താണ് ഉദ്ദേശിക്കുന്നത്? 0ക്കും 10നും ഇടയ്ക്ക് ഇവിടെ ഒരാളുണ്ട്, 10നും 20ക്കും ഇടയ്ക്ക് ഇവിടെ 3 പേരുണ്ട്, 20ക്കും 30ക്കും ഇടയ്ക്ക് ഇവിടെ 2 പേരുണ്ട്. ഇതിനെയാണ് നമ്മൾ ക്ലാസ് ഡേറ്റ എന്നൊക്കെ നമ്മൾ പറയാറുള്ളത്, അല്ലെങ്കിൽ ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡേറ്റ എന്ന് പറയാറുള്ളത്. ഇനി ഈ ഞാൻ തൊട്ടു മുന്നേ പറഞ്ഞ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡേറ്റ ഉണ്ടല്ലോ, അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പം എക്സിന്റെ വാല്യൂ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി എക്സിന്റെ വാല്യൂ 1 3 5 2 3 1 എന്ന് വിചാരിച്ചു. അതായത് 1 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു, 3 3 പ്രാവശ്യം, 5 1 പ്രാവശ്യം. ഇതാണ് ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡേറ്റ എന്നൊക്കെ പറഞ്ഞു. ഇതിനെ നമ്മൾ അൺഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡേറ്റ എന്ന് നമ്മൾ പറയാറുണ്ട്, അല്ലെങ്കിൽ അൺഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള വാക്ക് നമ്മൾ പറയാറുണ്ട്. നോട്ട് തരുന്ന സമയത്ത് ആ 3 കാര്യങ്ങൾ ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും ഡേറ്റയെ നമ്മൾ പറയാനുള്ള 3 തരത്തിൽ പറയുന്നത്. ഇനി നമ്മൾ ഇവിടെ പഠിക്കുന്ന ഓരോ സെൻട്രൽ ടെൻഡൻസി മെഷറുകളും, അതായത് മീൻ നമ്മൾ പഠിക്കുന്നുണ്ട്, മീഡിയൻ പഠിക്കുന്നുണ്ട്, മോഡ് ഉണ്ട്, ജോമെട്രിക് മീൻ, ഹാർമോണിക് മീൻ എല്ലാം ഉണ്ട്. ഇത് ഓരോന്നും ഈ 3 തരം ഡേറ്റയ്ക്കകത്തും എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോകുന്നത്, നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മൾ അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവിടെ എത്ര വാല്യൂസ് ഉണ്ടോ അതിനെ എന്ത് ചെയ്താൽ മതി, അതിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതായത് ഒരു റോ ഡേറ്റ 2 7 5 എന്നുള്ള റോഡ്, അല്ലെങ്കിൽ 5 3, ഇവിടെ 4 വാല്യൂസ് ആണ് എല്ലാം കൂടെ ഉള്ളത് അല്ലേ. അപ്പൊ ഞാൻ അവിടെ എന്ത് ചെയ്യാണ്, ഇവിടുത്തെ സ്മോൾ എൻ, ഇവിടെ 4 ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഇനി എന്ത് ചെയ്താൽ മതി, ഞാൻ ഇവിടുത്തെ എക്സ് ബാർ എന്ന് വിളിക്കാം. ഈ അരിത്തമെറ്റിക് മീൻ എക്സ് ബാർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 2 + 7 + 5 + 3 ഡിവൈഡഡ് ബൈ 4. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? ഇവിടത്തെ വാല്യൂ കിട്ടും. ഇനി ഇവിടെ എനിക്ക് എന്ത് കിട്ടും? എന്റെ ആൻസർ എനിക്ക് ഇവിടെ കിട്ടും. ഓക്കെ, ഇനി അരിത്തമെറ്റിക് മീനിന്റെ ഫോർമുല നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സം ഓഫ് ഓൾ ഡേറ്റ പോയിന്റ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡേറ്റ പോയിന്റ്സ്. നമ്മൾ ഇങ്ങനെയാണ് എന്ത് ചെയ്ത് കണ്ടുപിടിക്കുന്നത്? നമ്മുടെ അരിത്തമെറ്റിക് മീൻ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതായത് എക്സ് ബാർ ഈസ് ഈക്വൽ ടു സമ്മേഷൻ xi ബൈ n. ഇവിടെ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണ്. ഈ x1 x2 എക്സെട്ര xn എന്ന് പറയുന്നതാണ് ഇൻഡിവിജ്വൽ ഡേറ്റ പോയിന്റ് ആണ്. അതായത് ഞാനിവിടെ ഒരു ജനറൽ ആയിട്ടുള്ള റിസൾട്ട് എടുത്തേക്കാണ്. x1 x2 എക്സെട്ര xn എന്ന് പറയുന്നത് n ഒബ്സർവേഷൻസ് അവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, ആ n ഒബ്സർവേഷൻസിനെ കൂടെ ആഡ് ചെയ്തിട്ട് അതിന്റെ എണ്ണമായിട്ടുള്ള ഈ സ്മോൾ n കൊണ്ട് ഞാൻ എന്ത് ചെയ്താൽ മതി, ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? ഇവിടുത്തെ അരിത്തമെറ്റിക് മീൻ എനിക്ക് ഇവിടെ കിട്ടും. ഓക്കെ, ഇനി ഞാനിവിടെ എഴുതി എക്സ് ബാർ ഈസ് ഈക്വൽ ടു എന്താണ്, ഇവിടെ എന്റെ ഡേറ്റ പോയിന്റ്സ് x1 x2 എക്സെട്ര xn ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? x1 + x2 + എക്സെട്ര xn ഡിവൈഡഡ് ബൈ സ്മോൾ n എന്ന് പറഞ്ഞു അല്ലെ. ഇതിനെ എനിക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റും? സമ്മേഷൻ xi i ഈസ് ഈക്വൽ ടു 1 to n ഡിവൈഡഡ് ബൈ n. ഈ സമ്മേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു 1 ഉണ്ട്, ഒന്നാമത്തത്, ഇവിടെ രണ്ടാമത്തത്, ഇവിടെ മൂന്നാമത്തത്, അങ്ങനെ എക്സെട്ര n വരെ ഉള്ള. അതിന് എന്ത് ചെയ്താൽ മതി? നമ്മൾ ഇവിടെ xi, ഈ i ഇവിടെ എന്തായിരുന്നു, നമ്മളിവിടെ xi എന്ന് വിളിച്ചാൽ എന്താണ്? ഈ i അല്ലേ ഇവിടെ മാറുന്നത്. ഇവിടെ x1 ആയി, ഇവിടെ x2 ആയി, ഇവിടെ എന്താ xn ആയി അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ i ഇവിടെ എത്ര എടുക്കുന്നുണ്ട്? 1 എടുക്കുന്നുണ്ട് ആദ്യത്തെ സ്ഥലത്ത്, ആ രണ്ടാമത്തെ സ്ഥലത്ത് 2 എടുക്കുന്നുണ്ട്, അങ്ങനെ എക്സെട്ര ലാസ്റ്റ് സ്ഥലത്ത് എത്ര എടുക്കുന്നുണ്ട്? n എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സമ്മേഷൻ i ഈസ് ഈക്വൽ ടു 1 to n. ഇതിന്റെ മീനിങ് എന്താണ്? x1 + x2 + എക്സെട്ര xn. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? ടോട്ടൽ എന്നുള്ള വാക്ക് നമുക്ക് ഇവിടെ വേണമെങ്കിൽ പറയാം. സമ്മേഷൻ xi എന്ന് പറഞ്ഞ ഇവിടെ എന്താണ്? എല്ലാ ഒബ്സർവേഷന്റെയും കൂടെ ടോട്ടൽ ആണ്. ഇനി ഇവിടെ അറിഞ്ഞിരിക്കേണ്ട അടുത്തൊരു ചെറിയൊരു റിസൾട്ട് ആണ് nx ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മേഷൻ xi ആണ്. ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. കാരണം ഇതിന് നമുക്ക് ആവശ്യം വരും. nx ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സമ്മേഷൻ xi ആണ്. ഈ ഒരു കാര്യം ഓർത്ത് വെക്കുക. ഇതിനെ വേറൊരു രീതിയിലും ഞാൻ പറയുന്നുണ്ട്. അതായത് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഇൻറ്റു അരിത്തമെറ്റിക് മീൻ. നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഇൻറ്റു അരിത്തമെറ്റിക് മീൻ എന്ന് പറയുമ്പോൾ ഇവിടെ എത്രയായിട്ട് നമുക്ക് ടോട്ടൽ കിട്ടും. ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഇൻറ്റു അരിത്തമെറ്റിക് മീൻ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ നമുക്ക് കിട്ടും. ഇനി ഇവിടെ നമ്മൾ അരിത്തമെറ്റിക് മീൻ ഒരു റോ ഡേറ്റയ്ക്കകത്ത് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ഒരു ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡേറ്റയ്ക്കകത്ത് നമ്മൾ എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ്. ഒരു ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡേറ്റയ്ക്കകത്ത് കണ്ടുപിടിക്കുന്നത്
എക്സ് ബാർ ഈസ് ഈക്വൽ ടു സമ്മേഷൻ എഫ് ഐ എക്സ് ഐ ഡിവൈഡഡ് ബൈ സമ്മേഷൻ എഫ് ഐ. ഈ ഒരു ഫോർമുലയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ എക്സ് ബാർ എന്ന് പറയുന്നത് മീൻ ആണ്, എഫ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് ഈച്ച് ഒബ്സർവേഷൻ ആണ്, എക്സ് എന്ന് പറയുന്ന വാല്യൂ ഓഫ് ഈച്ച് ഒബ്സർവേഷൻ ആണ്, സിഗ്മ എന്ന് പറയുന്നത് എന്താണ്, സം ഓഫ് ഓൾ വാല്യൂസ്. അതിനെ ഡിനോട്ട് ചെയ്യാനാണ് നമ്മൾ സിഗ്മ ഉപയോഗിക്കുന്നത്. ഓക്കെ, അതും നമുക്ക് ഇവിടെ ഒരു ചെറിയ ഇതിൽ എഴുതാം. സർ ഇക്വേഷൻ ഒന്നുകൂടെ ഒന്ന് കാണിക്കുമോ? സമ്മേഷൻ എക്സ് ഐ എഫ് ഐ ഡിവൈഡഡ് ബൈ സമ്മേഷൻ എഫ് എന്നാണ്. ഞാൻ അതൊരു ക്വസ്റ്റ്യനിലൂടെ ചെയ്യുമ്പോഴത്തേക്കാണ് നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഓക്കെ, കേട്ടില്ല. ഹലോ, ഇതിന്റെ നോട്ട്സ് എങ്ങനെയാ സാർ എഴുതുന്നത്? ഇതിന്റെ നോട്ട്സ് നമ്മൾ തരും. ഇതിന്റെ നോട്ട്സ് നമ്മൾ തരുന്നുണ്ട്. ഇതിന്റെ നമുക്ക് കീ നോട്ടും തരുന്നുണ്ട്, അതുപോലെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടും തരുന്നുണ്ട്. 2 നോട്ടും ഉണ്ടാവും. ഓക്കെ സാർ. ഇപ്പൊ എഴുതാൻ പറ്റുന്നില്ല സാർ, അതുകൊണ്ട്. അല്ലല്ല, എഴുതണ്ട. ഈ ക്ലാസ് നിങ്ങൾ, ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ, നിങ്ങൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ലൈവ് ക്ലാസ്സിൽ നോട്ട് എഴുതാൻ നിൽക്കരുത്. നിങ്ങളിത് പിന്നീട് എപ്പോഴെങ്കിലും കേൾക്കുമ്പോഴൊക്കെ ചെയ്യാവുള്ളൂ. നിങ്ങൾ ഇപ്പൊ പറയുന്ന കാര്യങ്ങൾ മാത്രം കേട്ട് ഇരുന്നാൽ മതി. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് ഒരു ഡിസ്ക്രീറ്റിന്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ അത് എങ്ങനെയാണ് ചെയ്തേക്കുന്നതെന്ന് മനസ്സിലാവും. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഒരിക്കലും ഇതിന്റെ അകത്തൊരു വലിയൊരു ക്വസ്റ്റ്യൻ തന്നിട്ട് അത് എക്സാമിന് കണ്ടുപിടിക്കുകയാണെന്ന് നിങ്ങളടുത്ത് ചോദിക്കത്തില്ല. പക്ഷേ നമ്മളൊരു പ്രോബ്ലം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയണം. കാരണം ചിലപ്പോൾ നമ്മൾ അതിന്റെ കൺസെപ്റ്റ് വെച്ചിട്ടോ അങ്ങനെയൊക്കെ ചില ക്വസ്റ്റ്യനുകളൊന്നും നമ്മൾ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അപ്പൊ ഇവിടെ എന്റെ ഒരു ഡേറ്റ സെറ്റ് ഉണ്ട്. ഓക്കെ, അതായത് ഒരു ക്ലാസ്സിലുള്ള 20 ആൾക്കാരുടെ ഹൈറ്റ് ആണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. എത്ര ആൾക്കാരാണ് ആ ഹൈറ്റ് വെച്ചുള്ളതെന്നും എടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ ഒരു എക്സ് ഐ വാല്യൂവും കിടപ്പുണ്ട്, അത് കറസ്പോണ്ടിങ് ആയിട്ട് എന്തും കിടപ്പുണ്ട്, എഫ് ഐ വാല്യൂസ് അല്ലെങ്കിൽ എഫ് വാല്യൂസും കിടപ്പുണ്ട്. ഇവിടുത്തെ എക്സ് വാല്യൂസ് എന്ന് പറയുന്നതാണ് എന്താന്ന് പറയുന്നത് 4, 5, 7, 5, 8, 7, 9 എന്ന് പറയുന്നത് അതിന്റെ ഫ്രീക്വൻസി വാല്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ കിടക്കുന്നത് എക്സ് വാല്യൂസും ഈ കിടക്കുന്ന എഫ് വാല്യൂസും ആണ് ഉള്ളത്. നമ്മുടെ ഫോർമുല എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ് ബാർ ഈസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് ഐ എഫ് ഐ ഡിവൈഡഡ് ബൈ സമ്മേഷൻ എഫ് ഐ എന്നായിരുന്നു നമ്മുടെ ഫോർമുല. ഈ സമ്മേഷൻ എഫ് ഐ എന്ന് എഴുതുന്നതിന് പകരം എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ ക്യാപിറ്റൽ എന്നെന്നും വിളിക്കാം. അതല്ലെങ്കിൽ ടോട്ടൽ ഫ്രീക്വൻസി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ ക്യാപിറ്റൽ എന്നെന്നും വിളിക്കാൻ പറ്റും. അപ്പൊ ഞാനിവിടെ നോക്കിയേ, സമ്മേഷൻ എക്സ് ഐ എഫ് ഐ വേണം. അപ്പൊ എനിക്ക് എന്ത് വേണം, ഇവിടെ എക്സ് ഐ എഫ് ഐ എന്നുള്ള ഒരു ടേം വേണം. ഇവിടെ എക്സ് ഐ വാല്യൂസ് ഉണ്ട്, ഇവിടെ എഫ് ഐ വാല്യൂസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ 2 പേരെ കൂടെ നമ്മൾ എന്ത് ചെയ്താൽ മതി, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എക്സ് ഐ എഫ് ഐ വാല്യൂ കിട്ടും. നമുക്ക് ആ ഓരോ വാല്യൂ ആയിട്ട് എഴുതാം. ആദ്യത്തെ വാല്യൂ 4 ആണ്, അടുത്തത് 10 വരും, 28, 25, 24, 14, 9. ഓക്കെ, ഇനി നമ്മൾ ഈ സമ്മേഷൻ എക്സ് ഐ എഫ് ഐ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? എപ്പോഴും നമ്മൾ ഇങ്ങനെ എഴുതുമ്പോൾ ഒരു കോളത്തിന്റെ താഴെ വരുന്ന എപ്പോഴും അതിന്റെ ടോട്ടൽ ആയിരിക്കും. അതിന്റെ ടോട്ടൽ ആയിരിക്കും. ആ ടോട്ടൽ ആണ് ഇവിടെ എന്തെന്ന് പറയുന്നത്, സമ്മേഷൻ എക്സ് ഐ എഫ് ഐ. എക്സ് ഐ എഫ് ഐയുടെ ടോട്ടൽ ആണ് സമ്മേഷൻ എക്സ് ഐ എഫ് ഐ എന്ന് പറയുന്നത്. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം 114 കിട്ടും. കറക്റ്റ് ആയിട്ട് 114 കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, സമ്മേഷൻ എക്സ് ഐ എഫ് ഐയുടെ വാല്യൂ എത്രയാണ്, 114 ഡിവൈഡഡ് ബൈ 20. നിങ്ങളത് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് 5.7 എന്ന് കിട്ടും. ഇത്രേ ഉള്ളൂ. ഇതാണെന്ന് പറയുന്നത് നമ്മളൊരു ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഒരു അൺഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനകത്ത് അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കുന്നത്. ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഒരിക്കലും ഇതുപോലൊരു ക്വസ്റ്റ്യൻ തന്നിട്ട് PSCയിൽ ചോദിക്കാനുള്ള സാധ്യതയില്ല. പക്ഷെ നമ്മൾ ഈ ഒരു ഫോർമുല നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അറിഞ്ഞിരിക്കണം. അടുത്ത നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡേറ്റ കഴിഞ്ഞു. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്ന ഡേറ്റ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ്. നോക്കിയേ, കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ ആ സെയിം ഫോർമുല തന്നെയാണ് എഴുതിയേക്കുന്നത്. തൊട്ട് മുന്നേ എഴുതിയ അതേ ഫോർമുല തന്നെയാണ് എഴുതിയേക്കുന്നത്. എന്താണത്, സമ്മേഷൻ എഫ് ഐ എക്സ് ഐ ഡിവൈഡഡ് ബൈ സമ്മേഷൻ എഫ് ഐ എന്നുള്ള ഫോർമുലയാണ്. അപ്പൊ ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഇവിടെ എക്സ് എന്ന് പറയുന്നത് നമ്മളിപ്പോ ഇവിടെ എക്സ് റെപ്രസെന്റ്സ് ദ ഇൻഡിവിജ്വൽ വാല്യൂ ഓഫ് ദ വേരിയബിൾ എന്നാണ് ഇവിടെ ഞാൻ എഴുതിയേക്കുന്നത്. പക്ഷെ ആ ഇൻഡിവിജ്വൽ വാല്യൂ എന്ന് പറയുന്നത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് ഞാൻ ഇവിടെ എഴുതാം. അപ്പൊ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ മനസ്സിലാവും. ഓക്കെ, ഞാനിവിടെ ഒരു ക്ലാസ് ഡേറ്റ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാനിവിടെ ക്ലാസ് ആണ് ഇവിടെ എഴുതിയേക്കുന്നത്. അതിന്റെ ഫ്രീക്വൻസി ഇവിടെ എഴുതിയിട്ടുണ്ട്. നമ്മുടെ ഫോർമുല എന്തായിരുന്നു, എക്സ് ബാർ ഈസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് ഐ എഫ് ഐ ഡിവൈഡഡ് ബൈ
സമ്മേഷൻ എഫ് ഐ, അല്ലെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ വൃത്തിക്ക് എന്താ എഴുതാം, സമ്മേഷൻ എക്സ് ഐ എഫ് ഐ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എന്നത് എനിക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഞാനിവിടെ ഒരു എക്സ് ഐ വാല്യൂ വേണം അല്ലെ. എക്സ് ഐ വാല്യൂ എന്ന് പറയുന്നത് ഓരോ ക്ലാസ്സിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ വാല്യൂ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഇൻഡിവിജ്വൽ വാല്യൂ കണ്ടുപിടിക്കാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഈ ഓരോ ക്ലാസിന്റെയും മിഡ് പോയിന്റ് കണ്ടുപിടിച്ചാൽ മതി. എങ്ങനെയാണ് ക്ലാസിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യത്തെ ക്ലാസ് 0, 10 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, 0 + 10 ഡിവൈഡഡ് ബൈ 2 എത്രയായിട്ട് നമുക്ക് 5 എന്ന് കിട്ടും. ഇനി അടുത്ത എന്താണ്, രണ്ടാമത്തെ ക്ലാസിന്റെ കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്, 10 + 20 ഡിവൈഡഡ് ബൈ 2 എത്രയായിട്ട് നമുക്കത് 15 എന്ന് കിട്ടും. അത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ എക്സ് ഐ വാല്യൂസ്, അതായത് ഓരോ ക്ലാസ്സിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള മിഡ് വാല്യൂ ഞാനിവിടെ എഴുതുവാണ്. ആദ്യത്തെ മിഡ് വാല്യൂ ഇതാണ് 5 ആണ്. 0 + 10/2 5 ആണ്. അടുത്തത് 10 + 20/2 അത് എത്രയായിട്ട് നമുക്ക് 15 എന്ന് കിട്ടും. 20 + 30/2 25. അടുത്തത് 35. 40 + 50/2 എത്രയായിട്ട് അത് 45. അടുത്ത 55 65. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ചെയ്യാനുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, എക്സ് ഐ എഫ് ഐ കണ്ടുപിടിക്കണം. അതായത് എന്ത് ചെയ്യണം, എക്സ് ഐ വാല്യൂ എഫ് ഐ വാല്യൂ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ എഴുതണം. ഞാൻ ഓരോന്നായിട്ട് എഴുതാം. ഇവിടെ നോക്കി 5 × 5 ഇവിടെ എത്ര വരും, നമുക്ക് 25. അടുത്തത് 105 വരും. അടുത്തത് 25 70 135 110 260. ഇതെല്ലാം കൂടെ നിങ്ങൾ ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 730 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ എന്താണ്, ഈ സമ്മേഷൻ എക്സ് ഐ എഫ് ഐ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ കോളത്തിന്റെ അകത്ത് എല്ലാ ആൾക്കാരും കൂടെ ഞാൻ താഴെ കൂട്ടി എഴുതിയിട്ടുണ്ട്. ഇനി എനിക്ക് ഇവിടെ എന്തും കൂടെ വേണം, സമ്മേഷൻ എഫ് ഐ വേണം, അല്ലെങ്കിൽ സമ്മേഷൻ എഫ് ഇവിടെ വേണം. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടും, 24 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുവാണ്, ഇതിന്റെ അത് കണ്ടുപിടിക്കുകയാണ്. 730 ഡിവൈഡ് ബൈ ടോട്ടൽ ഫ്രീക്വൻസി എത്ര, 24. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം 30.4166 എന്ന് കിട്ടും. 30.4166 എന്ന് കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ എന്താണ്, നമ്മുടെ ക്ലാസ് ഡേറ്റ ആണെങ്കിലും നമ്മുടെ ഫോർമുലയ്ക്കൊന്നും യാതൊരുവിധ മാറ്റവും ഇല്ല. പക്ഷെ എന്താണ്, നമ്മൾ ഓരോ ക്ലാസിന്റെയും കറസ്പോണ്ടിങ് ആയിട്ട് അതിന്റെ എന്തെയും ക്ലാസിന്റെ മിഡ് വാല്യൂ ആണ് നമ്മൾ എടുക്കുന്നത്. ഇതും ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ ഒരു വലിയ ഡേറ്റ തന്നിട്ട് അതിന്റെ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കാനൊന്നും നമ്മളടുത്ത് ചോദിക്കത്തില്ല. പക്ഷെ ഈ റോ ഡേറ്റ തന്നിട്ട് ചിലപ്പം ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്തത് കമ്പൈൻഡ് മീൻ. ഇതും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കുക. എന്റെ കയ്യില് 2 സെറ്റ് ഓഫ് ഒബ്സർവേഷൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, എന്റെ കയ്യിൽ എന്താണ്, 2 സെറ്റ് ഓഫ് ഒബ്സർവേഷൻസ് ഉണ്ട്. അതായത് എന്റെ കയ്യില് ആദ്യത്തെ ഒരു ഡേറ്റ സെറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ഡേറ്റ സെറ്റിന്റെ ഇവിടുത്തെ മീനെ ഞാൻ x1 ബാർ എന്ന് വിളിക്കുകയാണ്. ആദ്യം ഇവിടുത്തെ ഡേറ്റ സെറ്റ് ഉണ്ട്, അതിന്റെ മീനെ ഞാൻ എന്തെന്ന് വിളിക്കുകയാണ്, x1 ബാർ എന്ന് വിളിക്കുകയാണ്. ഇവിടെ ആൾക്കാരെ ഞാൻ n1 എന്ന് വിളിക്കുകയാണ്. ഓക്കെ, ഇവിടെ സപ്പോസ് ഒരു 5 പേരുണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. അവരുടെ മീൻ എന്ന് പറയുന്നത് ഒരു 6 ആയിരുന്നു എന്ന് വിചാരിക്കുക, 6 ആയിരുന്നു എന്ന് വിചാരിക്കുക. ഇവിടെ അടുത്തൊരു ഡേറ്റ സെറ്റ് ഉണ്ട്. ആ ഡേറ്റ സെറ്റിനകത്ത് എല്ലാം കൂടെ ഒരു 6 പേരാണ് ഉണ്ടായിരുന്നതെന്ന് വിചാരിക്കുക. ഇവിടുത്തെ അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത് 3 ആയിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ കമ്പൈൻഡ് മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ 2 ഡേറ്റ സെറ്റിനെ കൂടെ ഞാൻ എന്ത് ചെയ്യുകയാണ്, ഒരുമിപ്പിക്കുകയാണ്. ഈ 2 ഡേറ്റ സെറ്റിനെ കൂടെ ഞാൻ എന്ത് ചെയ്യുകയാണ്, ഒരുമിപ്പിച്ച് ഒരു വലിയ ഡേറ്റ സെറ്റ് ആക്കി. ഇനി ഇതിന്റെ അരിത്തമെറ്റിക് മീൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നാണ് ഞാൻ ഇവിടെ പറയുന്നത്. ആ കമ്പൈൻഡ് ആയിട്ടുള്ള അരിത്തമെറ്റിക് മീൻ എനിക്ക് എന്ത് വിളിക്കാം, ക്യാപിറ്റൽ എക്സ് ബാർ എന്ന് വിളിക്കാം. ഈ ക്യാപിറ്റൽ എക്സ് ബാർ കണ്ടുപിടിക്കാൻ ഒന്നുമില്ല, n1 × x1 ബാർ. n1 × x1 ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ എത്ര ഒബ്സർവേഷൻസ് ഉണ്ടോ അതിനെ അവിടുത്തെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. പ്ലസ് ഇവിടെ എത്ര 6 ഒബ്സർവേഷൻസ് ഉണ്ടോ അതിനെ അവിടുത്തെ n2 × x2 ബാർ. അതായത് അവിടെ എത്ര ഒബ്സർവേഷൻസ് ഉണ്ടോ അതിനെ അവിടുത്തെ അരിത്തമെറ്റിക് മീൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. n2 × x2 ബാർ ഹോൾ ഡിവൈഡഡ് ബൈ n1 + n2. ഇങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടും, ഇവിടുത്തെ കമ്പൈൻഡ് മീൻ കിട്ടും. അപ്പൊ ഇവിടെ ആവുമ്പോഴത്തേക്ക് എന്താണ്, 5 × 6 + 6 × 3 ഡിവൈഡഡ് ബൈ n1 + n2 എത്രയാണ്, 5 + 6 അത്രയും 5 + 6 11 എന്ന് വരും. മനസ്സിലായോ? അതായത് 30 + 18 ഡിവൈഡഡ് ബൈ 11 എന്ന് കിട്ടും.
48/11 എന്ന് കിട്ടും. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ ഇവിടെ ഈ എഴുതിയേക്കുന്ന ഈ കമ്പൈൻഡ് മീൻ ഇല്ലേ, ഇത് നിങ്ങൾ ഇപ്പം നിങ്ങൾ ഈ ഒരു ഫോർമുല മാത്രം പഠിച്ചു വെച്ചിരുന്നാൽ മതി. ജസ്റ്റ് അതിന്റെ ഒരു ലോജിക്കും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കി. ഇവിടെ നോക്കി ആദ്യത്തെ ഡേറ്റാ സെറ്റിന്റെ എന്താണ് കണ്ടുപിടിച്ചേക്കുന്നത്, അതിവിടുത്തെ എണ്ണത്തിനെ അരിത്തമെറ്റിക് മീൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഞാൻ പറഞ്ഞു നമ്മൾ ഒരു സ്ഥലത്തെ എണ്ണത്തിനെ, അവിടുത്തെ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസിനെ അവിടുത്തെ അരിത്തമെറ്റിക് മീൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് എന്താണ് കിട്ടുന്നത്, അവിടത്തെ ടോട്ടൽ എനിക്ക് കിട്ടും. മനസ്സിലായോ? അതുപോലെ ഇവിടെയും എന്താണ്, ഇവിടത്തെ ഈ രണ്ടാമത്തെ സെറ്റിലെ എണ്ണം കൊണ്ട് അവിടത്തെ അരിത്തമെറ്റിക് മീനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്ത് കിട്ടും, അവിടത്തെ രണ്ടാമത്തെ ടോട്ടലും കിട്ടും. അല്ലെ, ഇവിടുത്തെ ആദ്യത്തെ ടോട്ടൽ കിട്ടി, ഇവിടുത്തെ രണ്ടാമത്തെ ടോട്ടൽ കിട്ടി. ഈ രണ്ട് ടോട്ടലും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇതെല്ലാം കൂടെ ചേരുമ്പോൾ ആ ഇത് കിട്ടും. എന്നിട്ട് എന്ത് ചെയ്തു, അതിന്റെ ഹോൾ ഡിവൈഡഡ് ബൈ എല്ലാം കൂടെ ഇതിന് കമ്പൈൻ ചെയ്തപ്പോൾ എത്ര ഒബ്സർവേഷൻസ് ഉണ്ടായിരുന്നു, 11 ഒബ്സർവേഷൻ. അത് തന്നെയല്ലേ നമ്മുടെ അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത്. അതായത് അവിടുത്തെ എല്ലാ വാല്യൂസും കൂടെ കൂട്ടി ടോട്ടൽ ഡിവൈഡഡ് ബൈ ആകെ എത്ര ഒബ്സർവേഷൻ എന്നുള്ള. ഇത് ഞാൻ അതിന്റെ ഒരു കൺസെപ്റ്റ് കിട്ടാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ അതിലെന്തെങ്കിലും ഇതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇതൊന്നും കൂടെ കേട്ടു നോക്കുക, അല്ലെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ, ഇതെന്താണ് ജസ്റ്റ് ആ ഒരു കമ്പൈൻഡ് മീനിന്റെ ആ ഒരു കൺസെപ്റ്റ് പറയാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഇനി ഇത്രയും കാര്യങ്ങൾ കുഴപ്പമില്ലല്ലോ, ബാക്കി പറയാമല്ലോ. നമുക്ക് ഇതിനകത്തേക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം, ഒരുമിച്ച് ചെയ്യാം. അടുത്തത് നമ്മൾ അരിത്തമെറ്റിക് മീനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഓക്കെ, അരിത്തമെറ്റിക് മീനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രോപ്പർട്ടി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാമേ. ഓക്കെ, നമ്മൾ അരിത്തമെറ്റിക് മീനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്നത്. അതിലെ ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സമ്മേഷൻ xi മൈനസ് എക്സ് ബാർ ഈസ് ഈക്വൽ ടു 0. അല്ലെങ്കിൽ നമുക്കൊരു വേർഡ് ആയിട്ട് പറയണമെങ്കിൽ ദ സം ഓഫ് ഡീവിയേഷൻസ് ഓഫ് ഐറ്റംസ് ഇൻ എ ഡേറ്റ ഫ്രം ദ അരിത്തമെറ്റിക് മീൻ ഈസ് ഓൾവേസ് 0. ആ ഒരു പ്രോപ്പർട്ടി എന്ത് ചെയ്യാം, അറിഞ്ഞിരിക്കുക. എന്താണെന്ന് പറഞ്ഞുതരാം. അതായത് ആ പ്രോപ്പർട്ടിയിൽ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഞാൻ ഇവിടെ ഒരു ഡേറ്റാ സെറ്റ് എടുക്കുകയാണ്, 1, 2, 3 എന്ന് പറയുന്ന ഒരു ഡേറ്റാ സെറ്റ് എടുക്കുകയാണ്. ഞാൻ ഇവിടുത്തെ xi വാല്യൂസ് ഇവിടെ എഴുതുകയാണ്, 1, 2, 3. ഇനി ഞാൻ ഇവിടുത്തെ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കുകയാണ്. ഇതിന്റെ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, 1 + 2 + 3 ഹോൾ ഡിവൈഡഡ് ബൈ 3. നമുക്ക് എത്ര കിട്ടും, 6/3 എത്ര കിട്ടും, 2 എന്ന് കിട്ടും. ഇതാണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത്, അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത്. ഞാൻ ഇവിടെ എന്ത് ചെയ്യുവാണ്, xi മൈനസ് എക്സ് ബാർ കണ്ടുപിടിക്കുകയാണ്. അതായത് എന്താണ്, ഞാൻ ഇവിടുത്തെ ഓരോ വാല്യൂസിൽ നിന്നും ഇവിടുത്തെ അരിത്തമെറ്റിക് മീൻ ആയിട്ടുള്ള എക്സ് ബാർ അല്ലെങ്കിൽ ഇവിടുത്തെ അരിത്തമെറ്റിക് മീൻ ആയിട്ടുള്ള 2 കുറയ്ക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇവിടെ വിചാരിക്കുകയാണ് 2 കുറയ്ക്കുകയാണ്. അപ്പൊ എനിക്ക് ആദ്യത്തെ വാല്യൂ എന്ത് കിട്ടും, 1 - 2, അടുത്തത് 2 - 2, അടുത്തത് 3 - 2. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ആദ്യത്തത് -1, അടുത്തത് 0, അടുത്തത് എത്ര കിട്ടും, 1 എന്ന് കിട്ടി. ഞാൻ ഇനി ഇതിന്റെ ടോട്ടൽ സം കണ്ടുപിടിക്കുകയാണ്. ഇതിന്റെ ടോട്ടൽ സം എന്ന് പറഞ്ഞാൽ എന്താണ്, സമ്മേഷൻ xi മൈനസ് എക്സ് ബാർ. ഞാൻ പറഞ്ഞു നമ്മളൊരു ഇതുപോലെ എഴുതുമ്പോഴത്തേക്ക് ആ ഒരു കോളത്തിന്റെ ഏറ്റവും താഴെ എഴുതുന്നത് എന്താണ്, ആ കോളത്തിന്റെ ടോട്ടൽ ആയിരിക്കും അല്ലെ. -1 + 0 + 1 എത്ര കിട്ടും, വീണ്ടും അത് 0 എന്ന് കിട്ടും. ഈ സാധനമാണ് നമ്മൾ അവിടെ എഴുതിയേക്കുന്നത്. അതായത് എന്താണ് ഈ വായിക്കുന്നത്, നമ്മൾ ഈ സമ്മേഷൻ കൊടുത്തേക്കുന്നതിനെ നമുക്ക് ആൽജിബ്രായിക് സം എന്ന് പറയാം. ആൽജിബ്രായിക് സം ഓഫ് ഡീവിയേഷൻസ്, ഇവിടെ കുറച്ചേക്ക് ഡീവിയേഷൻസ് ഓഫ് ഈച്ച് ഒബ്സർവേഷൻസ് ഈച്ച് xi ഫ്രം ദെയർ അരിത്തമെറ്റിക് മീൻ എക്സ് ബാർ ഈസ് ഈക്വൽ ടു 0. ശ്രദ്ധിക്കുക, ഇത് ഈ ഫോർമുലയായിട്ടും പഠിച്ചു വെക്കണം. ഇതൊരു വേർഡ് ആയിട്ട്, അതായത് ഒരു സെന്റൻസ് ആയിട്ട് ഈ സാധനം നമ്മൾ അറിഞ്ഞിരിക്കുക. ശ്രദ്ധിക്കുക, ആൽജിബ്രായിക് സം ഓഫ്, അതാണ് ആൽജിബ്രായിക് സം ഓഫ് ഡീവിയേഷൻസ് ഓഫ് ഒബ്സർവേഷൻസ് ഫ്രം ദെയർ അരിത്തമെറ്റിക് മീൻ ഈസ് ഈക്വൽ ടു 0 അല്ലെങ്കിൽ ഈസ് ഓൾവേസ് 0. ഇനി ഇതിനെ വേറൊരു രീതിയിലും നമ്മൾക്ക് പലപ്പോഴും ക്വസ്റ്റ്യൻ ചോദിച്ച് കാണാറുണ്ട്. അതായത് സമ്മേഷൻ ഓഫ് xi മൈനസ് ക്യാപിറ്റൽ A ഈക്വൽ ടു 0 വിച്ച് ഇംപ്ലൈസ് ഹിയർ അല്ലെങ്കിൽ A ഈസ്
എ ഈസ് ഇവിടുത്തെ എ എന്താണെന്ന് ചോദിക്കാറുണ്ട്. എന്നിട്ട് അവർ ഓപ്ഷനകത്ത് പല പല കാര്യങ്ങൾ തരും. അപ്പൊ നമ്മുടെ ഇവിടുത്തെ എ എന്തായാലും ഇത് ശരിയാവത്തുള്ള എല്ലാ ഇപ്പോഴും എ എന്ന് പറയുന്നത് എക്സ് ബാർ ആവണം, അല്ലെങ്കിൽ എന്താണ് എ എന്ന് പറയുന്നത് ഇവിടുത്തെ മീൻ ആവണം, അല്ലെങ്കിൽ എ എന്ന് പറയുന്നത് ഇവിടുത്തെ അരിത്തമെറ്റിക് മീൻ ആവുമ്പോഴത്തേക്കാണ് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അപ്പൊ ഈ രീതിയിൽ നമ്മൾ പറയാറുണ്ട് സമ്മേഷൻ എക്സ് ഐ മൈനസ് എ ഈക്വൽ ടു 0 only if a is equal to the arithmetic mean of the data എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി അടുത്ത രണ്ടാമത്തെ ഇതേപോലത്തെ രണ്ടാമത്തെ ഒരു പ്രോപ്പർട്ടിയും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കുക. ഞാനിവിടെ എക്സ് ഐ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ എടുക്കുന്നത് വിചാരിക്കുക. അതായത് എന്താണ്, ഞാൻ ഓരോ ഒബ്സർവേഷൻസിൽ നിന്നും എന്ത് ചെയ്യുവാണ്, ഈ ഇവിടുത്തെ അരിത്തമെറ്റിക് മീൻ കുറച്ചതിന് ശേഷം അതിന്റെ സ്ക്വയർ ഞാൻ എടുക്കുവാണ്. അതായത് ഇവിടുത്തെ എക്സ് ഐ മൈനസ് എക്സ് ബാറിന്റെ സ്ക്വയർ ആദ്യം എന്താണ്, -1ന്റെ സ്ക്വയർ 1 ആണ്, 0യുടെ സ്ക്വയർ 0 തന്നെ കിട്ടും, 1ന്റെ സ്ക്വയർ 1 എന്ന് കിട്ടും. നിങ്ങൾ ഈ ടോട്ടൽ സം എടുത്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന വാല്യൂ എത്രയായിരിക്കും? 2 ആണ് നമുക്ക് കിട്ടുന്നത്. ഇതിനെ നമ്മൾ എന്താണ് ഇവിടെ കോളത്തിന്റെ താഴെ വന്നതുകൊണ്ട് സമ്മേഷൻ എക്സ് ഐ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ആണ്. ഇതിനൊരു പ്രത്യേകതയുണ്ട്, ഇതായിരിക്കും ഏറ്റവും മിനിമം വാല്യൂ എന്ന് പറയുന്നത്. മിനിമം വാല്യൂ എന്ന് പറയുന്നത്, അതായത് നമ്മൾ ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ സമ്മേഷൻ എക്സ് ഐ മൈനസ് ക്യാപിറ്റൽ എ ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത്, ഇതെന്ന് പറയുന്നത് ഈസ് മിനിമം. ഇത് ഏറ്റവും കുറവാവുന്നത് എപ്പോഴായിരിക്കും എന്നറിയാമോ? ഈ എ എന്ന് പറയുന്നത് ഇവിടുത്തെ അരിത്തമെറ്റിക് മീൻ ആവുമ്പോഴായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്, ഏറ്റവും ചെറിയ വാല്യൂ നമുക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ നിങ്ങളിപ്പോ ഇവിടെ എക്സ് ഐ അടുത്ത ഇവിടെ എക്സ് ഐ മൈനസ് എക്സ് ബാർ കൊടുക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം, വേറൊരു വാല്യൂ 4 എന്നുള്ള ഒരു വാല്യൂ കൊടുക്കുന്നത് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യും, 1 2 3 ഇവിടെ 4 കൊടുക്കുമ്പോഴത്തേക്ക് എന്തിട്ട് 1 - 4 അത്ര -3, 2 - 4 -2, 3 - 4 അത്ര -1. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, എക്സ് ഐ മൈനസ് 4 ദ ഹോൾ സ്ക്വയർ എടുക്കുന്നു. ആദ്യത്തത് 9 കിട്ടും, അടുത്തത് 4 കിട്ടും, അടുത്തത് 1 കിട്ടും. എത്രയായിട്ടും നമുക്ക് 14 എന്ന് കിട്ടും അല്ലെ? അതായത് ഇവിടെ നോക്കിയേ സമ്മേഷൻ എക്സ് ഐ മൈനസ് 4 ദ ഹോൾ സ്ക്വയർ എടുത്തപ്പോൾ എത്ര കിട്ടി നമുക്ക്? 14 എന്നാണ് കിട്ടിയത്. ഇത് മിനിമം വാല്യൂ ആണോ? അല്ല, ഇവിടെ നമുക്ക് 2 ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അതായത് എന്താണ്, സമ്മേഷൻ ഓഫ് എക്സ് ഐ മൈനസ് ക്യാപിറ്റൽ എ ദ ഹോൾ സ്ക്വയർ എടുക്കുന്ന സമയത്ത് ഇത് ഈ എക്ക് ഏത് വാല്യൂ വരുമ്പോഴാണ് ഏറ്റവും മിനിമം വാല്യൂ വരുന്നത്? എപ്പോഴാണത് വരുന്നത്? ഇത് എയുടെ വാല്യൂ എക്സ് ബാർ ആവുമ്പോഴത്തേക്കാണ്. നിങ്ങൾ വേറെ ഏത് വാല്യൂ വേണോ ഇവിടെ ഇട്ട് കൊടുക്ക്, നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇതിനേക്കാൾ വലുതോ ഇതായിട്ടുള്ള വാല്യൂസ് മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, കിട്ടത്തുള്ളൂ. നമ്മളിപ്പം ഇവിടെ ആദ്യം എക്സ് ഐ, അടുത്ത എക്സ് ഐ മൈനസ്, നിങ്ങൾ മൈനസ് ഇവിടെ 1 ആണ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ എന്താണ് 1 2 3 1 - 1 എത്ര കിട്ടും? 0. 2 - 1 1, 3 - 1 1 - 1 0, 2 - 1 1 കിട്ടും. അടുത്ത 3 - 1 എത്ര കിട്ടും? നമുക്ക് 2 എന്ന് കിട്ടും. ഇവിടെ എന്ത് ചെയ്യും, നമ്മൾ ഇനി അതിന്റെ സ്ക്വയർ എടുക്കുകയാണ്. സ്ക്വയർ എടുക്കുമ്പോൾ 0 1 4 എന്ന് കിട്ടും. എത്ര കിട്ടും? 5 എന്ന് കിട്ടും. മനസ്സിലായോ? അപ്പൊ ഏറ്റവും മിനിമം വാല്യൂ കിട്ടുന്നത് എപ്പോഴായിരിക്കും? നമ്മൾ ആ എയുടെ വാല്യൂ എക്സ് ബാർ ആകുന്ന സമയത്തായിരിക്കും. എന്ത് പറ്റി പറഞ്ഞോളൂ സർ. അത് എക്സ് ബാർ ഈക്വൽ ടു എ എന്ന് നിങ്ങൾ പറഞ്ഞിട്ടേ സർ? പറഞ്ഞു. എക്സ് ബാർ അതെങ്ങനെ സർ? അതെനിക്ക് മനസ്സിലായിട്ട്. അതായത് ഇത്രേ ഉള്ളൂ, നമ്മള് സമ്മേഷൻ എക്സ് ഐ മൈനസ് എ ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് നമ്മളൊരു ഇതെടുക്കുകയാണ്, ജനറൽ ആയിട്ട് പറയാണ്. ഇതെന്ന് പറയുന്ന ഏറ്റവും മിനിമം ആകണമെങ്കിൽ എ എടുക്കുന്ന വാല്യൂ എത്ര, അതായത് എക്ക് ഏത് വാല്യൂ വരുമ്പോഴാണ് ഏറ്റവും മിനിമം ആവുന്നത്. ഞാനിപ്പോ ഇവിടെ പല പല എക്സാമ്പിളുകൾ എഴുതി. ഇവിടെ എന്ത് ചെയ്തു, എക്സ് ഐ മൈനസ് 1 ദ ഹോൾ സ്ക്വയർ എടുത്തു, സമ്മേഷൻ എക്സ് ഐ മൈനസ് 1 ദ ഹോൾ സ്ക്വയർ. അതായത് എന്ത് ചെയ്തു, എയുടെ വാല്യൂ 1 കൊടുത്തു നോക്കി. ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ എന്ത് ചെയ്തു, എയുടെ വാല്യൂ 4 കൊടുത്തു നോക്കി. 4 കൊടുത്തപ്പോഴൊക്കെ എനിക്ക് എന്താണ്, എയുടെ വാല്യൂ 1 കൊടുത്തപ്പോൾ എനിക്ക് 5 ആണ് കിട്ടിയത്. 4 കൊടുത്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി, സമ്മേഷൻ എക്സ് ഐ മൈനസ് എ ദ ഹോൾ സ്ക്വയർ എനിക്ക് 14 ആണ് കിട്ടിയത്. അതേസമയം ഈ എയുടെ വാല്യൂ ഞാൻ ഇവിടുത്തെ എക്സ് ബാർ, അല്ലെങ്കിൽ എനിക്ക് ഇവിടെ എക്സ് ബാർ എത്രയായിരുന്നു, 2 ആയിരുന്നു. ഇത് 2 കൊടുക്കുന്ന സമയത്ത് എനിക്ക് എന്ത് കിട്ടിയായിരുന്നു, ഇവിടെ ഏറ്റവും മിനിമം വാല്യൂ ആയിട്ടുള്ള 2 കിട്ടും. അല്ലെങ്കിൽ ഇതിനേക്കാൾ ചെറിയൊരു വാല്യൂ നിങ്ങൾക്ക് ഒരിക്കലും കണ്ടെത്താൻ സാധിക്കില്ല. അതായത് സിമ്പിളായി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, സമ്മേഷൻ എക്സ് ഐ മൈനസ് എ ദ ഹോൾ സ്ക്വയർ ഈസ് മിനിമം വെൻ എ ഈസ് ഈക്വൽ ടു അരിത്തമെറ്റിക് മീൻ. അതായത് എ എന്ന് പറയുന്ന അരിത്തമെറ്റിക് മീൻ ആവുന്ന സമയത്താണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഏറ്റവും മിനിമം വാല്യൂ നമുക്ക് കിട്ടുന്നത്. ഈ ഒരു റിസൾട്ട് പഠിച്ചു വെക്കുക. മനസ്സിലായോ? പറഞ്ഞത് മനസ്സിലായിരുന്നോ? ഓക്കെ. ഇത് പഠിച്ചു വെക്കിയത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രോപ്പർട്ടികളിൽ ഒന്നാണ്. ഓക്കെ, അത് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ദ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ്, അതിനെ നമ്മൾ വേർഡ്സ് ആയിട്ട് ഇങ്ങനെ പറയാം, ദ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ദ
സം ഓഫ് സ്ക്വയേഴ്സ്, സമ്മിനാണ് സമ്മേഷൻ കൊടുത്തിട്ടുണ്ട്. അടുത്ത സ്ക്വയേഴ്സിൽ ഇതാ ഇവിടെ സ്ക്വയർ കൊടുത്തിട്ടുണ്ട്. സ്ക്വയേഴ്സ് ഓഫ് ദ ഡീവിയേഷൻ മൈനസ് ഡീവിയേഷൻസ് ഓഫ് ദ ഐറ്റംസ് ഇൻ ഡേറ്റ സെറ്റ് ഈസ് ലീസ്റ്റ് വെൻ ഡീവിയേഷൻസ് ആർ ടേക്കൺ അബൌട്ട് ദ മീൻ. അതായത് എ ഈസ് ഈക്വൽ ടു മീൻ ആവുന്ന സമയത്താണ് ഏറ്റവും മിനിമം വാല്യൂ കിട്ടുന്നത്. അടുത്ത പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രോപ്പർട്ടിയാണ് ഇഫ് ദ മീൻ ഓഫ് എൻ ഒബ്സർവേഷൻസ്, അതായത് നമ്മൾ x1 x2 എക്സെട്ര xn എന്ന് പറയുന്ന n ഒബ്സർവേഷൻസ് എടുക്കുന്നെങ്കിൽ അതിന്റെ മീൻ x ബാർ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഡേറ്റ സെറ്റിലുള്ള എല്ലാ ആൾക്കാരെയും കൂടെ ഒരു എ എന്ന് പറയുന്ന വാല്യൂ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പുതിയ ഡേറ്റ സെറ്റിന്റെ മീൻ എന്ന് പറയുന്നത് എക്സ് ബാർ പ്ലസ് എ, അല്ലെങ്കിൽ പഴയ മീൻ പ്ലസ് എ എന്നായിരിക്കും. അത് ഞാനിവിടെ പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. ഞാനിവിടെ ഒരു ഡേറ്റ സെറ്റ് എടുക്കുകയാണ്, നേരത്തെ എടുത്ത പോലെ 1, 2, 3 ഒരു ഡേറ്റ സെറ്റ് എടുക്കുകയാണ്. ഇവിടുത്തെ എക്സ് ബാർ ഞാൻ നേരത്തെ എടുത്തപ്പോൾ എനിക്ക് കിട്ടിയതാണ് എത്രയുടെ 2 ആണ് എനിക്ക് ഇവിടെ കിട്ടുന്നത്. ഞാൻ എന്ത് ചെയ്യുവാണ്, ഇതെന്ന് പറയുന്നത് എന്റെ കയ്യിലുള്ള ഒരു XI എന്ന് പറയുന്ന ഒരു ഡേറ്റ സെറ്റാണ്. ഞാനൊരു പുതിയൊരു ഡേറ്റ സെറ്റിനെ ഡിഫൈൻ ചെയ്യണം. ആ ഡേറ്റ സെറ്റിന് ഞാൻ എന്ത് കൊടുക്കുന്നു, VI എന്ന് കൊടുക്കുന്നു വിചാരിക്കാം. ഞാൻ ഈ VI എന്ന് പറയുന്ന ഡേറ്റ സെറ്റിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിന്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യണം, ഒരു 2 എന്ന് പറയുന്ന ഒരു നമ്പറിനെ ആഡ് ചെയ്യുകയാണ്. അപ്പൊ ഞാനിവിടെ എന്താണ് ചെയ്യാൻ പോകുന്നത്, XI + 2, അതായത് ഇവിടെയുള്ള ഓരോ വാല്യൂസിനോടൊപ്പം 2 കൂട്ടണം. അപ്പൊ ആദ്യം 1 + 2 എത്രയായിട്ട് എനിക്ക് 3 എന്ന് കിട്ടും. അടുത്തതാണ് 2 + 2 എത്രയായിട്ട് എനിക്ക് 4 എന്ന് കിട്ടും. അടുത്തത് 3 + 2 അത് എത്രയായിട്ട് എനിക്ക് 5 എന്ന് കിട്ടും. അപ്പൊ 3, 4, 5 എനിക്ക് ഇങ്ങനെയാണ് കിട്ടിയേക്കുന്നത് അല്ലെ. ഇനി ഞാൻ ഇതിന്റെ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കുന്നത് വിചാരിക്കുക. ഞാൻ സാധാരണ രീതിയിൽ എന്താണ് ചെയ്യേണ്ടത്, 3 + 4 + 5 ഡിവൈഡഡ് ബൈ എല്ലാം കൂടെ 3 ഒബ്സർവേഷൻ. അപ്പൊ നമുക്കിവിടെ എന്ത് കിട്ടും, ഹലോ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ പറയണേ. 12/3 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എത്രയുടെ ആൻസർ 4 എന്ന് കിട്ടും. ഇവിടെ 12/3 4 എന്ന് കിട്ടും. ഓക്കെ, പക്ഷെ നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. ഇവിടുത്തെ XI വാല്യൂസ് എന്താണ്, 1, 2, 3 ആണ്. ഇവിടുത്തെ VI പുതിയ ഡേറ്റ സെറ്റ് എന്താണ് എടുത്തേക്കുന്നത്, XI + 2 ആണ്. അപ്പൊ എന്താണ് ചെയ്തേക്കുന്നത്, എല്ലാ വാല്യൂസിനോടൊപ്പം ഞാൻ 2 എന്ന് പറയുന്ന ഒരാളിനെ ആഡ് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ പുതിയ ഡേറ്റ സെറ്റിന്റെ മീൻ എന്തായിരിക്കും എന്നറിയാമോ, ആ ആദ്യത്തെ ഇവിടുത്തെ ഡേറ്റ സെറ്റിന്റെ മീൻ X ബാർ അല്ലായിരുന്നു. ആ X ബാറിനോടൊപ്പം ഇവിടെ എന്താണോ നമ്മൾ മാറ്റം വരുത്തിയ അതേ മാറ്റം ഇവിടെയും വരുത്തിയാൽ മതി. അതായത് എന്താണ്, X ബാർ 2 ആണ്. അപ്പൊ എന്ത് കിട്ടും, 2 + 2 4 എന്ന് കിട്ടും. സിമ്പിളായി പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ആ ഡേറ്റ സെറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു വാല്യൂവിനെ ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ, കുറച്ച് കഴിഞ്ഞാലും ഇതേ റിസൾട്ട് തന്നെയായിരിക്കും നമുക്ക് കിട്ടുക. ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, കിട്ടുന്ന പുതിയ ഡേറ്റ സെറ്റിന്റെ മീൻ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, അതേ ഓപ്പറേഷൻ ആ മീനിനകത്ത് നമ്മൾ ചെയ്താൽ മതി. ഇപ്പൊ നമ്മൾ UI എന്ന് പറയുന്ന അടുത്തൊരു ഒബ്സർവേഷൻ ആണെന്ന് വിചാരിക്കും. ഇവിടെ XI - 2 ആണ് എടുക്കുന്നത്. അതായത് എന്ത് ചെയ്യുന്നു, 2 കുറയ്ക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം XIയുടെ ഓരോ വാല്യൂസ് 1 - 2 എത്ര -1, അടുത്തതാണ് 2 - 2 0, 3 - 2 എത്ര 1 എന്ന് കിട്ടും. ഇതിന്റെ അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഇതിനെ വേണമെങ്കിൽ U ബാർ എന്ന് വിളിക്കാം. UI വാല്യൂസ് അല്ലേ, അപ്പൊ എന്താണ് അതിന്റെ മീനെ നമ്മൾ U ബാർ എന്ന് വിളിക്കാം. നേരത്തെ XI വാല്യൂസ് ആയതുകൊണ്ടാണ് X ബാർ വിളിച്ചത്. ഇവിടെ എന്താണ് VI വാല്യൂസ് ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ V ബാർ എന്ന് വിളിക്കാം. അതുപോലെ UI വാല്യൂസ് ആയതുകൊണ്ട് U ബാർ എന്ന് വിളിക്കുന്നു. ഇതിനെ എന്ത് ചെയ്താൽ മതി, ആ ഒറിജിനൽ മീൻ എത്രയായിരുന്നു നോക്കാം, അല്ലെങ്കിൽ പഴയ ഡേറ്റ സെറ്റിന്റെ മീൻ എത്രയായിരുന്നു അതിനകത്ത് എന്ത് ചെയ്താൽ മതി, നമ്മളിവിടെ ചെയ്ത മാറ്റം ഒരു 2നെ കുറച്ചേക്കണം. അപ്പൊ എന്ത് ചെയ്താൽ മതി, ആ 2നെ നമ്മൾ അവിടെ നിന്ന് കുറയ്ക്കുന്നു. അപ്പൊ എത്ര 2 - 2 0 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇതേ മാറ്റം നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അതായത് ഞാൻ പുതിയൊരു വേറൊരു UI ഞാൻ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. അതായത് 4 × XI എന്നാണ് വിളിക്കുന്നത് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, ഞാൻ UIയുടെ ഓരോ വാല്യൂസ് ആയിട്ട് എടുക്കുകയാണ്. അതായത് എന്ത് ചെയ്യുന്നു, ആദ്യത്തെ വാല്യൂ 1 × 4 എത്ര കിട്ടും, 4 എന്ന് കിട്ടും. രണ്ടാമത്തെ വാല്യൂ 2 × 4 എത്ര കിട്ടും, 8 എന്ന് കിട്ടും. അടുത്തത് 3 × 4 എത്ര കിട്ടും, 12 എന്ന് കിട്ടും. മനസ്സിലായി. ഇനി ഞാൻ എന്ത് ചെയ്യണം, ഈ U ബാർ ആണ് കണ്ടുപിടിക്കേണ്ടത്. U ബാർ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഞാനിവിടെ ഓരോ XI വാല്യൂസിനെ എന്ത് ചെയ്തിരിക്കുകയാണ്, 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കണം അല്ലേ. XI വാല്യൂസ് 1, 2, 3 ആയിരുന്നു അല്ലേ. ആ ഓരോ XIയെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വാല്യൂസ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ U ബാർ കണ്ടുപിടിക്കണമെങ്കിൽ ആ XIയുടെ മീൻ ഞാൻ നോക്കും. എന്തായിരുന്നു അത്, X ബാർ ആയിരുന്നു. അവിടെ എന്ത് മാറ്റമാണ് വരുത്തിയത്, ഒരു 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ. അപ്പൊ ഞാൻ എന്ത് ചെയ്താൽ മതി, ആ 4 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ എനിക്ക് എന്ത് കിട്ടും, 4 × അവിടുത്തെ മീൻ എന്ന് പറയുന്നത് 2 ആയിരുന്നു. അപ്പൊ എനിക്ക് എത്ര കിട്ടും, 8 എന്ന് കിട്ടും. മനസ്സിലായോ. അതായത് എന്ത് മാറ്റം വരുത്തുന്നോ അതേ മാറ്റം നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇവിടെയും വരുത്തിയാൽ മതി. ഇനി സപ്പോസ് UI എന്ന് പറയുന്നത് XI/2 ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന ഒരു കേസ് ആണെന്ന് വിചാരിക്കുക. ഡിവൈഡ് ചെയ്യുന്ന കേസ് ആണെങ്കിൽ നമുക്ക് ഇവിടെ എന്തൊരു /2 ആകുമ്പോൾ ആദ്യത്തെ ഡേറ്റ വാല്യൂ വരും, നമുക്ക് 1/2 വരും. അടുത്തത് 2/2 1 വരും. അടുത്തത് 3/2 എന്ന് കിട്ടും. ഇതിന്റെ മീനായിട്ടുള്ള
ഇതിന് ഞാൻ എന്തെന്ന് വിളിക്കുകയാണ്, ഇതിന് ഞാൻ VI എന്നാണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മീൻ ആയിട്ടുള്ള V ബാർ നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ എല്ലാം കൂടെ കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നിൽക്കേണ്ട. ഇവിടെ എന്താണ് മാറ്റം വരുത്തിയത്, X ബാർ, ഈ XIക്കാണ് മാറ്റം ബൈ 2 കൊടുത്തു അല്ലേ. അപ്പൊ എന്ത് ചെയ്താൽ മതി, നമുക്ക് 2/2 1 എന്ന് കിട്ടും. മനസ്സിലായോ? ഇനി ഈ ഒരു റിസൾട്ടിനെ ജനറൽ റിസൾട്ട് ആയിട്ട് പറയുമ്പോൾ എന്താണ്, ഇപ്പം XI മൈനസ് A. അങ്ങനെയാണെങ്കിൽ നമ്മളെ പുതിയ ഡേറ്റാ സെറ്റിന്റെ മീൻ എന്തായിരിക്കും, X ബാർ മൈനസ് A ആയിരിക്കും. അല്ലെങ്കിൽ എല്ലാ വാല്യൂസിനോടൊപ്പം A എന്ന് പറയുന്ന ഒരു വാല്യൂ ആഡ് ചെയ്യുകയാണ് ചെയ്തതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പുതിയ ഡേറ്റാ സെറ്റിന്റെ മീൻ എന്തായിരിക്കും, X ബാർ പ്ലസ് A എന്നായിരിക്കും. നമ്മൾ ജനറൽ ആയിട്ട് ആ റിസൾട്ട് പറഞ്ഞേക്കുവാണ്. അല്ലെങ്കിൽ XI A ടൈംസ് XI എന്നാണ്. അങ്ങനെയാണെങ്കിൽ പുതിയ ഡേറ്റാ സെറ്റിന്റെ എന്തായിരിക്കും, AX ബാർ എന്നായിരിക്കും നമുക്ക് വരിക. അല്ലെങ്കിൽ XI ഡിവൈഡ് ബൈ A ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ നമ്മുടെ പുതിയ ഡേറ്റാ സെറ്റിന്റെ മീൻ എന്തായിരിക്കും, X ബാർ ബൈ A എന്നായിരിക്കും നമുക്ക് കിട്ടുക. ഈ പ്രോപ്പർട്ടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രോപ്പർട്ടിയാണ്. ഓക്കെ, അതവിടെ എഴുതിയിട്ടുണ്ട്. ഇഫ് ഈച്ച് ഒബ്സർവേഷൻ ഈസ് ഇൻക്രീസ്ഡ് ബൈ A then the mean is also increased by A. അതുകൊണ്ട് ആ ഒരു വേർഡ്സിലും കൂടെ അറിഞ്ഞിരിക്കണം. നമ്മൾ അതാണ് ഈ ഫോർമുലയിൽ മാത്രമല്ല, പ്രത്യേകിച്ച് നമ്മുടെ ഈ PSC എക്സാംസിനൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിട്ടൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻസ് ഇപ്പൊ കാണാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലും അത് അറിഞ്ഞിരിക്കുക. അതായത് എല്ലാ ഒബ്സർവേഷൻസിനെയും ഞാൻ എന്ത് ചെയ്യുവാണ്, ഇൻക്രീസ്ഡ് ബൈ A. അതായത് ഈ ഈച്ച് ഒബ്സർവേഷൻ ഈസ് ഇൻക്രീസ്ഡ് ബൈ A, അതായത് എല്ലാ ഒബ്സർവേഷനോടും ഞാൻ A എന്ന് പറയുന്ന ഒരു വാല്യൂ ആഡ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ദ മീൻ ഈസ് ഓൾസോ ഇൻക്രീസ്ഡ് ബൈ A, അതായത് ഒറിജിനൽ മീനോടൊപ്പം A എന്ന് പറയുന്ന വാല്യൂ ഇൻക്രീസ് ചെയ്തായിരിക്കും പുതിയതിനകത്ത് വരുന്നത്. അതുപോലെ ഡിക്രീസ് ചെയ്യുന്ന കേസിനകത്ത് ഇതുപോലെ തന്നെയാണ്. ഇഫ് ഈച്ച് ഒബ്സർവേഷൻ ഈസ് ഡിക്രീസ്ഡ് ബൈ A then the mean is also decreased by A. അതാണ് സ്റ്റേറ്റ്മെന്റിലും കൂടെ അറിഞ്ഞിരിക്കുക. അടുത്തത് മൾട്ടിപ്ലിക്കേഷന്റെ, ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞ A കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതാണ്. അതിനെ നമ്മളിവിടെ P എന്നുള്ള ഒരു വാല്യൂ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. മീൻ ഓഫ് n ഒബ്സർവേഷൻസ് X1 X2 etc. ഈസ് X ബാർ ആണെന്നുണ്ടെങ്കിൽ അതിനെ എല്ലാത്തിനും ഞാൻ P എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0. അത് ശ്രദ്ധിക്കണേ, നോട്ട് ഈക്വൽ ടു P എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന ആള് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്കിത് എഴുതാൻ പറ്റത്തുള്ളൂ. കാരണം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 0യിലേക്ക് തന്നെ ആയിരിക്കും പോകുന്നത്. അപ്പൊ എന്താണ്, മീൻ ഓഫ് ദ ന്യൂ ഒബ്സർവേഷൻ ഈസ് P ടൈംസ് X ബാർ എന്നായിരിക്കും നമുക്ക് കിട്ടുക. അടുത്തത് ഡിവൈഡ് ചെയ്യുന്ന കേസ് എഴുതിയിട്ടുണ്ട്. P നോട്ട് ഈക്വൽ ടു 0, കാരണം അവിടെ P ഒരിക്കലും 0 ആകാൻ പറ്റില്ല. ഒരാളെ ഡിവൈഡ് ചെയ്യുന്ന വാല്യൂ എന്തായിരിക്കും, എപ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആയിട്ട്, സോറി നോട്ട് ഈക്വൽ ടു 0 ആയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇത്രയുമാണ് അതിന്റെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അറിഞ്ഞിരിക്കുക ഇതിന്റെ മെരിറ്റ്സും ഡീമെരിറ്റ്സും കൂടെ അറിഞ്ഞിരിക്കുക. അതിനുശേഷം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ഓക്കെ, അതിന്റെ ഒന്നാമത്തെ മെരിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് എ റിജിഡ് ഡെഫിനിഷൻ. ഈ റിജിഡ് ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, വ്യക്തമായ ഒരു ഫോർമുല ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഒരാളെ കണ്ടുപിടിക്കുന്നത്. അല്ലെങ്കിൽ ഒരാൾക്ക് വ്യക്തമായ ഡെഫിനിഷൻ ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പറയുന്നത് ഇറ്റ് ഹാസ് റിജിഡ് ഡെഫിനിഷൻ എന്ന് പറയാം. അടുത്ത എന്താണ്, ഇറ്റ് ഈസ് ഈസി ടു കാൽക്കുലേറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ്. ഇത് ഏതൊരാൾക്കും വളരെ പെട്ടെന്ന് മനസ്സിലാക്കാനും കണ്ടുപിടിക്കാനും ഒക്കെ പറ്റും. അടുത്ത നോക്കിയേ, അരിത്തമെറ്റിക് മീൻ ഈസ് ബേസ്ഡ് അപ്പോൺ ഓൾ ദി ഒബ്സർവേഷൻസ്. എല്ലാ ഒബ്സർവേഷൻസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. ശരിയല്ലേ? കാര്യം എന്താണ്, ഇതെല്ലാം ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ഇപ്പം 1 2 3 എന്ന് പറയുന്ന 3 വാല്യൂ, ഇതിന്റെ മീൻ കണ്ടുപിടിക്കണമെങ്കിൽ 1 + 2 + 3 ഡിവൈഡ് ബൈ 3, അപ്പോഴാണ് എനിക്ക് 2 കിട്ടുന്നത്. അതായത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ 1 എന്ന് പറയുന്ന വാല്യൂവിനെയും 2 എന്ന് പറയുന്ന വാല്യൂവിനെയും 3 എന്ന് പറയുന്ന വാല്യൂവിനെയും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഇതിവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, ഇറ്റ് ഈസ് ബേസ്ഡ് അപ്പോൺ ഓൾ ദി ഒബ്സർവേഷൻസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അടുത്തത് നോക്കിയേ, ഇറ്റ് ഈസ് ലീസ്റ്റ് അഫക്റ്റഡ് ബൈ ഫ്ലക്ച്വേഷൻസ് ഓഫ് സാമ്പിളിംഗ്. അതായത് ഈ സാമ്പിളിംഗ് ഫ്ലക്ച്വേഷൻസ്, ഈ സാമ്പിളിംഗ് ഫ്ലക്ച്വേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിമ്പിൾ ആയിട്ട് അത് ഇത്രയേ ഉള്ളൂ ഉദ്ദേശിക്കുന്നത്. അതായത് ഞാനിപ്പോ ഒരു സ്ഥലത്ത് ഒരു ക്ലാസ്സിൽ ഇപ്പൊ എന്താണ് 100 കുട്ടികളുണ്ടെന്ന് വിചാരിക്കുക. ആ 100 കുട്ടികളുടെ അകത്ത് എന്ത് ചെയ്യുന്നു, കുറെ കുട്ടികൾ പഠിക്കുന്നത്, കുറച്ച് പേര് പഠിക്കാത്തതുമാണ്. ഞാൻ ഇതിനകത്തുനിന്ന് ഒരു സാമ്പിൾ എടുത്തു, ഒരു 10 കുട്ടികളെ സാമ്പിൾ എടുത്തു. സപ്പോസ് ഞാനൊരു ഇവിടെ നിന്ന് എടുക്കുന്ന സമയത്ത് ഇപ്പം ഞാൻ എടുക്കുന്ന സാമ്പിൾ ആയിരിക്കില്ല വേറൊരാൾ എടുക്കുന്നത്, അല്ലെങ്കിൽ അടുത്ത ഒരാൾ എടുക്കുന്നതും, അതെല്ലാം പലരും എടുക്കുന്ന പല സാമ്പിളുകളായിരിക്കും. പക്ഷേ നമ്മൾ ഈ അരിത്തമെറ്റിക് മീൻ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് വലിയ പ്രശ്നങ്ങൾ വരത്തില്ല. അതായത് ഇത്തരത്തിൽ സാമ്പിളിംഗ് ഫ്ലക്ച്വേഷൻസ്, സാമ്പിളുകൾ മാറുന്നത് കൊണ്ട് എന്ത് പറ്റത്തില്ല, ഭയങ്കര വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും വരത്തില്ല. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ക്യാപ്പബിൾ ഓഫ് ഫർദർ മാത്തമെറ്റിക്കൽ ട്രീറ്റ്മെന്റ്. അതായത് നമുക്കിതിനെ അടുത്ത മാത്തമെറ്റിക്കൽ ട്രീറ്റ്മെന്റുകൾക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഫർദർ ആയിട്ടുള്ള സ്റ്റഡീസിനും അനാലിസിസിനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ആവറേജ് മാർക്ക് നമ്മൾ അടുത്ത അഡ്മിഷന് വേണ്ടി പല സ്ഥലങ്ങളിൽ ഉപയോഗിക്കാറില്ലേ. നമുക്ക് കുറെ സബ്ജക്ട് കിട്ടിയ മാർക്ക് എല്ലാം കൂടെ എടുത്ത് കൂട്ടിയിട്ട് അതിനെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ അടുത്ത തലത്തിലേക്ക് നമ്മൾ ഉപയോഗിക്കാറില്ലേ. അതാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് ഉദ്ദേശിച്ചത്, ഇറ്റ് ഈസ് ക്യാപ്പബിൾ ഓഫ് ഫർദർ മാത്തമെറ്റിക്കൽ ട്രീറ്റ്മെന്റ്. ഇനി ഇതിന്റെ ഡീമെരിറ്റുകൾ പറയാം.
ഇതിന്റെ ഒന്നാമത്തെ ഡിമെറിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ എക്സ്ട്രീം വാല്യൂസ് ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്യും. അരിത്തമെറ്റിക് മീൻ ഈസ് ഹൈലി അഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂസ്. അതായത് ഞാനിപ്പം 1, 2, 3 എന്ന് പറയുന്ന ഒരു ഡേറ്റ, ഇതിന്റെ മീൻ എന്ന് പറഞ്ഞാൽ 1 + 2 + 3, അതിന്റെ മീൻ അതിലേക്ക് 2 എന്ന് കിട്ടും. അതേസമയം ഞാനിവിടെ ഈ 1, 2 അടുത്ത ഞാൻ എഴുതിയപ്പോഴത്തേക്ക് എനിക്ക് എന്ത് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അടുത്ത വാല്യൂ എഴുതിയപ്പോൾ എനിക്ക് മാറിപ്പോയിട്ട് ഞാൻ 97 എന്നാണ് എഴുതിയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതായത് എക്സ്ട്രീം വാല്യൂ കയറി വന്നു, അല്ലെങ്കിൽ ഔട്ട്ലയർ കയറി വന്നു, അതായത് ലാസ്റ്റ് വാല്യൂവിനെക്കാട്ടിലും ഏറ്റവും വലിയ വാല്യൂ വന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ മീൻ എന്തായിപ്പോ 1 + 2 + 97/3, അതായത് എന്താണ് 100/3, അതായത് ഏകദേശം 33 പോയിന്റ് സംതിങ് ആണ് വരും. 33.33 എന്ന് പറഞ്ഞ് വരും. അതായത് എന്താണ് നമ്മളെ സത്യത്തിൽ മീൻ എന്ന് പറയുന്ന 2 ആയിരുന്നു, പക്ഷെ എന്താണ് അവിടെ എക്സ്ട്രീം വാല്യൂ കയറി വന്നു, അല്ലെങ്കിൽ ഒരു ഔട്ട്ലയർ ഒരു ഇതായിട്ടുള്ള ഒരു വളരെ വലിയൊരു വാല്യൂ വന്നപ്പോൾ നമ്മുടെ ആൻസർ കംപ്ലീറ്റ് ആയിട്ട് മാറി. ഇത് വലിയൊരു ഡീമെറിറ്റ് ആണ്. അല്ലെങ്കിൽ എന്താണ് എക്സ്ട്രീം വാല്യൂസ് ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുന്ന, ശ്രദ്ധിക്കുക, എക്സ്ട്രീം വാല്യൂസ് ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുന്ന ഒരു മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത് നമ്മുടെ അരിത്തമെറ്റിക് മീൻ ആണ്. ഇത് വളരെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ എക്സ്ട്രീം വാല്യൂ എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടെ പറയാം. നമ്മൾ എല്ലാ ഒബ്സർവേഷൻസിനെയും അത് ബേസ് ചെയ്ത് വരുന്നത് കൊണ്ടാണ് സത്യത്തിൽ എന്ത് സംഭവിക്കുന്നത്, ഈ എക്സ്ട്രീം വാല്യൂസ് അഫക്ട് ചെയ്യുന്നത്. അതാണ് നമ്മളൊരു മെരിറ്റിനെ ഇവിടെ വന്നപ്പോൾ എന്താ അതൊരു ഡീമെരിറ്റ് ആവും. അതായത് അരിത്തമെറ്റിക് മീൻ എല്ലാ ഒബ്സർവേഷൻസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഇപ്പൊ അവസാനം എഴുതിയ ആ 97 അത് ഡിപ്പെൻഡ് ചെയ്തു. അതുകൊണ്ടാണ് എന്ത് ചെയ്തത് ഇങ്ങനെ പ്രശ്നം സംഭവിച്ചത്. ഓക്കെ, അപ്പൊ എന്താണ് ഇറ്റ് ഈസ് ഹൈലി അഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂസ്. അടുത്തത് ഇറ്റ് ക്യാൻ ബി ഡിറ്റർമിൻഡ് ബൈ ഇൻസ്പെക്ഷൻ. അതായത് നമുക്ക് ഇതിനകത്ത് മിസ്റ്റേക്കുകൾ ഒന്നും പല സമയത്തും കണ്ടുപിടിക്കാൻ സാധിക്കത്തില്ല. അത് മറ്റൊരു ഇതാണ്. നമ്മൾ എടുക്കുന്ന സാമ്പിളുകളിൽ വെച്ചിട്ട് നമുക്ക് പലപ്പോഴും മിസ്റ്റേക്കുകൾ ഇൻ കേസ് വന്നു കഴിഞ്ഞാൽ നമുക്കത് കണ്ടുപിടിക്കുന്ന കാര്യം വലിയ പാടാണ്, ഇതിനകത്ത് വരുന്ന തെറ്റുകൾ. അടുത്തത് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ലൈക്ക് ഇന്റലിജൻസ്, ഹോണസ്റ്റി, ബ്യൂട്ടി എക്സെട്ര. അതായത് നമ്മള് ക്വാളിറ്റേറ്റീവ് ഡേറ്റകൾ എടുക്കുകയാണ്. ക്വാളിറ്റേറ്റീവ് ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഈ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയാം. അതായത് നമുക്കൊരു വാല്യൂ കൊടുത്ത് പറയാൻ പറ്റത്തില്ല. പലപ്പോഴും നമുക്കിപ്പോ ഒരാളുടെ ഇന്റലിജൻസ് എന്ന് പറയുന്നത്, ഇപ്പം ഒരാളുടെ മാർക്കിന് നമുക്ക് ഒരിക്കലും ഇന്റലിജൻസ് എന്ന് പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും പറയാൻ പറ്റുന്ന അയാൾ ടോപ്പാണ്, 1ാമത്തെ പൊസിഷനാണ്, മറ്റേത് 2ാമത്തെ പൊസിഷനാണ്, അല്ലെങ്കിൽ 3ാമത്തെ പൊസിഷൻ, ഇങ്ങനെയൊക്കെ മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു ബ്യൂട്ടി കോൺടെസ്റ്റ് നടക്കുന്നു, അപ്പൊ അവിടെ ആൾക്കാർക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇതിന്റെ ആദ്യത്തെ ആൾ ഇത്ര മാർക്ക്, അങ്ങനെയല്ല നമ്മൾ ചെയ്യുന്നത്. അതായത് ഇത്തരം മെഷർമെന്റുകൾ ഉണ്ടല്ലോ, അതായത് ഇത്തരം ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സുകൾ, ഈ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറുകൾ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത സാധനങ്ങൾ, അതായത് നമുക്ക് നാച്ചുറൽ ആയിട്ട് കിട്ടുന്നതോ അല്ലെങ്കിൽ നമ്മൾ നേടിയെടുക്കുക, അതായത് നമുക്ക് അധികം ഇത് ചെയ്യാൻ പറ്റാത്ത ചില സാധനങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റത്തില്ല എന്നുള്ള ഇതാണ്. അതായത് നമ്മൾ ഈ ഐ കളർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ പറ്റത്തില്ല. ഇത്തരം ഡേറ്റകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ നമ്മുടെ ഈ ഒരു അരിത്തമെറ്റിക് മീൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതായത് ഇപ്പം ബ്യൂട്ടി കോൺടെസ്റ്റ് നടത്തിയിട്ട് എല്ലാവരെയും കൂടെ കൂട്ടിയിട്ട് അവരെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ നമുക്ക് ഒരിക്കലും ലോജിക്കലി എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ ഒരു കാര്യം നമുക്ക് പറയാൻ സാധിക്കില്ല. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ഫോർ ഓപ്പൺ എൻഡ് ക്ലാസസ്. അപ്പൊ ശ്രദ്ധിക്കുക, അതിനകത്തൊരു വാക്ക് വന്നിട്ടുണ്ട്, ഓപ്പൺ എൻഡ് ക്ലാസസ്. ഈ ഓപ്പൺ എൻഡ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മളിപ്പോ ഈ ക്ലാസ് ഡേറ്റ എടുത്തിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി നമ്മൾ എഴുതും. ഞാനിപ്പോ എടുക്കുന്ന ക്ലാസ് ഡേറ്റ എന്ന് പറയുന്നത് സപ്പോസ് ഫ്രം 0, 10, 10, 20 ഇങ്ങനത്തെ ക്ലാസ്സുകളാണ് നമ്മൾ നേരത്തേക്ക് എടുത്തിട്ടുണ്ട്. അതേസമയം ഞാൻ വേറൊരു തരം ഡേറ്റ എടുക്കുവാണ്, ലെസ് ദാൻ 30, അടുത്തത് 30, 40, 40, 50, അടുത്തത് ഗ്രേറ്റർ ദാൻ 50. ഇതിന്റെ ഇവിടെ ഫ്രീക്വൻസി ഉണ്ട് 2, 3, 4, 5 എന്നൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചു. ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് 30യേക്കാൾ കുറവുള്ള 2 പേര് ഇവിടെ ഉണ്ട്, 50യേക്കാൾ കൂടുതലുള്ള 5 പേരുണ്ട്. അതായത് ഇത് ഓപ്പൺ എൻഡ് ക്ലാസ് ആണ്. അതായത് 30യേക്കാൾ കുറവാണെന്നേ പറഞ്ഞിട്ടുള്ളൂ, ഏതുവരെ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഇവിടെ എന്താണ് 50യേക്കാൾ കൂടുതലാണെന്നേ ഉള്ളൂ, ഏതുവരെ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഇവിടെ നമുക്ക് അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതിന്റെ കാരണം എന്താണ്, ഇവിടെ നമുക്ക് അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കണമെങ്കിൽ ഓരോ ക്ലാസ്സിലും എന്തുണ്ടായിരിക്കണം, നമ്മുടെ മിഡ് വാല്യൂ ഉണ്ടായിരിക്കണം. പക്ഷെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മിഡ് വാല്യൂസിനെ ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം ഈ ആദ്യത്തിനും അവസാനത്തിനും നമുക്ക് മിഡ് വാല്യൂനെ കണ്ടുപിടിക്കാൻ പറ്റും. ഇതിന് രണ്ടിനും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൂടെ കൂട്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഈ 2 വാല്യൂസും കൂടെ കൂട്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. പക്ഷെ ഇവിടെ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത് എന്താണ്, നമുക്കിത് ഓപ്പൺ എൻഡ് ക്ലാസ്സിൽ ഇത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കത്തില്ല. ഇത്രയാണ് അതിന്റെ മെറിറ്റ്സും ഡിമെറിറ്റുകളും നമ്മൾ പറയുന്നത്.
ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ശ്രദ്ധിക്കുക, നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ വലിയ വലിയ പ്രോബ്ലംസ് ഒന്നുമല്ല. നമ്മൾ ആ പഠിച്ച പ്രോപ്പർട്ടീസ് ഉണ്ടല്ലോ, അതൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടീസ് ഒക്കെയാണ് പലപ്പോഴും ചോദിച്ചു കാണാറുള്ളത്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എല്ലാവർക്കും ക്വസ്റ്റ്യൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ? വിസിബിൾ ആണല്ലോ? ക്വസ്റ്റ്യൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ? ഹലോ ഹലോ ഓക്കെ. നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഇഫ് എ കോൺസ്റ്റന്റ് വാല്യൂ 50 ഈസ് സബ്ട്രാക്റ്റഡ് ഫ്രം ഈച്ച് ഒബ്സർവേഷൻ ഓഫ് എ സെറ്റ്, ദ മീൻ ഓഫ് ദ സെറ്റ് ഈസ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പ്രോപ്പർട്ടിയാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് എന്റെ കയ്യിൽ ഒരു ഡേറ്റാ സെറ്റ് ഉണ്ട്, ഒരു ഡേറ്റാ സെറ്റ് ഉണ്ട്. ആ ഡേറ്റാ സെറ്റിനകത്ത് ഞാൻ എന്ത് ചെയ്യുകയാണ്, 50 എന്ന് പറയുന്ന നമ്പറിനെ എല്ലാത്തിനും കുറയ്ക്കുന്നു. അതായത് XI എന്ന് പറയുന്ന ഒരു ഡേറ്റാ സെറ്റ് ആണെന്ന് വിചാരിച്ചോ. അതിനകത്ത് നിന്ന് എല്ലാത്തിനും 50 കുറയ്ക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ പുതിയ ഡേറ്റാ സെറ്റിന്റെ മീൻ എന്തായിരിക്കും? എക്സ് ബാർ -50 ആയിരിക്കും. നമ്മൾ പറഞ്ഞ ആ പ്രോപ്പർട്ടിയാണ്. ശരിയല്ലേ? എല്ലാ ഒബ്സർവേഷൻസിനകത്തും 50 കുറച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ മീനിൽ നിന്നും 50 കുറഞ്ഞായിരിക്കും നമുക്ക് വരിക. അപ്പൊ ആൻസർ എന്താണ്? ബി ഓപ്ഷൻ, ഡിക്രീസ്ഡ് ബൈ 50 എന്നുള്ളതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഇതേ ക്വസ്റ്റ്യൻ തന്നെ വേറെ രീതിയിൽ ചോദിച്ചിരിക്കുകയാണ്. വേറെ രീതിയിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഇഫ് എ കോൺസ്റ്റന്റ് 5 ഈസ് ആഡഡ് ടു ഈച്ച് ഒബ്സർവേഷൻ ഓഫ് എ സെറ്റ്, അതായത് എല്ലാ ഒബ്സർവേഷൻസിനോടൊപ്പം ഞാൻ എന്ത് ചെയ്യുവാണ്? 5 എന്നുള്ളൊരു വാല്യൂവിനെ കൂട്ടുവാണ്, അല്ലെങ്കിൽ ആ ഡേറ്റ ഇൻക്രീസ് ചെയ്യിക്കുവാണ്. അങ്ങനെയാണെങ്കിൽ എന്റെ പുതിയ അരിത്തമെറ്റിക് വാല്യൂ എന്തായിരിക്കും? എക്സ് ബാർ +5. അതായത് എന്താണ്? ഇൻക്രീസ്ഡ് ബൈ 5. എ ഓപ്ഷൻ ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് വരിക. ഇനി അടുത്തതും അതേപോലെ തന്നെയാണ്. ഇഫ് ഈച്ച് ഒബ്സർവേഷൻ ഓഫ് എ സെറ്റ് ഈസ് മൾട്ടിപ്ലൈഡ് ബൈ 10, then the mean of ന്യൂ സെറ്റ് ഓഫ് ഒബ്സർവേഷൻസ്. അതായത് എന്റെ കയ്യിൽ കുറെ ഒബ്സർവേഷൻസ് ഉണ്ട്. ഇപ്പൊ XI ആണ് എന്റെ ഒബ്സർവേഷൻ. അവിടുത്തെ മീൻ എന്ന് പറഞ്ഞ എക്സ് ബാർ ആണെന്ന് വിചാരിച്ചോ. ഞാൻ എന്ത് ചെയ്യുവാണ്? 10 കൊണ്ട് എന്ത് ചെയ്യുവാണ്? ഈ എല്ലാ ഒബ്സർവേഷൻസ് എല്ലാ XIയും മൾട്ടിപ്ലൈ ചെയ്യുവാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? പുതിയ സെറ്റ് ഓഫ് ഒബ്സർവേഷൻസിനെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തായിരിക്കും വരുന്നത്. ഞാൻ ആ പ്രോപ്പർട്ടിയിൽ പറഞ്ഞതാണ്. അപ്പൊ എന്താണത്? 10 ടൈംസ് ദ ഒറിജിനൽ മീൻ. അതായത് 10 ടൈംസ് ദ ഒറിജിനൽ മീൻ. അതായത് നമ്മുടെ ഈ ബി ഓപ്ഷൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ക്വസ്റ്റ്യൻ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മൾ ഇപ്പൊ പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ. ആ പ്രോപ്പർട്ടി തന്നെയാണ്. ഓക്കെ. അടുത്തത്, ദ ആവറേജ് ഓഫ് 7 നമ്പേഴ്സ് 7, 9, 12, X, 5, 4, 11 ഈസ് 9. മിസ്സിംഗ് നമ്പർ X ഈസ്. അതായത് എന്റെ കയ്യിലൊരു ഡേറ്റാ സെറ്റ് ഉണ്ട്. ആ ഡേറ്റാ സെറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ സെറ്റിനകത്തുള്ള വാല്യൂസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. 7 നമ്പറുകളാണ് ഉള്ളത്. അതായത് N ഈസ് ഈക്വൽ ടു 7 ആണ്. ഇവിടുത്തെ അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത് 9 ആണെന്ന് തന്നിട്ടുണ്ട്. അതായത് എക്സ് ബാർ എന്ന് പറയുന്നത് 9 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത്? നമുക്ക് 7 + 9 + 12 + X + 5 + 4 + 11 the whole divided by 7 അല്ലെ? സോറി, എത്ര നമ്പർ ഉണ്ടത്? 7 നമ്പർ. അതായത് നമ്മൾ ഈ എല്ലാ ഒബ്സർവേഷൻസിനെ കൂടെ അതിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് എനിക്ക് എന്ത് കിട്ടുന്നത്? ഇവിടുത്തെ എക്സ് ബാർ ആയിട്ടുള്ള അരിത്തമെറ്റിക് മീൻ ഇവിടെ കിട്ടുന്നത്. ഇവിടുത്തെ അരിത്തമെറ്റിക് മീൻ എക്സ് ബാർ എത്രയായിരുന്നു? 9 ആയിരുന്നു. ഇപ്പൊ 9 ഈസ് ഈക്വൽ ടു എനിക്ക് എന്തെങ്കിലും എഴുതാൻ പറ്റും? 7 + 9 + 12 + ഇതെല്ലാം കൂടെ ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ നമുക്കിത് 48 എന്ന് കിട്ടും. 48 പ്ലസ് ഇവിടെ ഒരു എക്സും ഉണ്ട്, X/7. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ എക്സിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് എന്റെ കയ്യിൽ കുറെ നമ്പറുകൾ തന്നിട്ടുണ്ട്, അതിന്റെ അരിത്തമെറ്റിക് മീൻ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു നമ്പർ മിസ്സായിപ്പോയി. എക്സ് എന്ന് പറയുന്ന നമ്പറാണ്. ആ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ഞാൻ എന്ത് ചെയ്തു? അരിത്തമെറ്റിക് മീനിന്റെ ഫോർമുല എനിക്കറിയാം. എക്സ് ബാർ ഈസ് ഈക്വൽ ടു എന്താണ്? എല്ലാ ഒബ്സർവേഷൻസ് എല്ലാം കൂടെ സം ചെയ്യണം. X1 + X2 + etc. + Xn/n. അപ്പൊ എന്ത് ചെയ്തു? ഒബ്സർവേഷൻസ് എല്ലാം കൂടെ സം ചെയ്യുന്നു, ഡിവൈഡഡ് ബൈ അവിടുത്തെ എണ്ണമായിട്ടുള്ള 7. ഓക്കെ, ഇനി 7 ഇപ്പുറം പോകുമ്പോൾ എന്ത് സംഭവിക്കും? 9 × 7 ആവും. അപ്പൊ ഇവിടെ എന്ത് കിട്ടും? 48 + X എന്ന് കിട്ടും. ശരി, ഈ 7 ഇപ്പുറം പോകും. അപ്പൊ ഇത് എത്ര കിട്ടും? നമുക്ക് 63 എന്ന് കിട്ടും. ഈക്വൽ ടു 48 + X, വിച്ച് ഇംപ്ലൈസ് ഇവിടെ നമ്മൾ ഈ എക്സിനെ ഇവിടെ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും? 48ലേക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരും. ഇവിടെ പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും? അത് നെഗറ്റീവ് ആണ്. 63 - 48. അപ്പൊ ഇതിന്റെ ആൻസർ എത്രയായിട്ട് നമുക്ക് 15 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 15. സി ഓപ്ഷൻ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ 7 നമ്മൾ എന്ത് ചെയ്യുന്നു? ഇപ്പുറത്തേക്ക് ഇവിടെ ഡിനോമിനേറ്ററിൽ വന്നേക്കുന്നുണ്ട്, ഇങ്ങോട്ട് വരുമ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്ത് വരുന്നു. 9 × 7 അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ എക്സിനെ സോൾവ് ചെയ്തെടുക്കും.
അടുത്ത നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത് നോക്കി, ഒരു വലിയ PSC എക്സാമിന് ചോദിച്ചേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് അസിസ്റ്റന്റ് ഡയറക്ടർ, അതായത് ഇൻഡസ്ട്രി ഓഫ് കൊമേഴ്സ് എന്ന് പറയുന്ന ഒരു വലിയ PSC എക്സാം പോസ്റ്റിന് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഫൈൻഡ് ദ മീൻ ഓഫ് 20, 22, 28, 24. ഈ 4 വാല്യൂസിന്റെ മീൻ ആണ് ചോദിച്ചേക്കുന്നത്. എന്ത് ചെയ്താൽ മതി? ഈ 4 വാല്യൂസും കൊണ്ട് പ്ലസ് ഇതിന്റെ എല്ലാം കൂടെ ഇത് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി? അതിന്റെ എണ്ണം കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ മതി. എത്ര വരും? ആർക്കെങ്കിലും പറയാമോ? എത്ര വരും പറയാമോ? എത്ര കിട്ടും? 25 സർ ആൻസർ. 94/4 എടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 23.5 ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. അതായത് നമുക്ക് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾക്ക് ചോദിക്കാവുന്നതാണ്. 23.5. ഓക്കെ, എല്ലാത്തരം ക്വസ്റ്റ്യൻസ് നമ്മൾ ആക്കും. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. മൈക്കൊന്ന് ഓഫ് ചെയ്യാൻ മൈക്ക് ഓണാണ്. മൈക്കൊന്ന് ഓഫ് ചെയ്യാം. ഓക്കെ, പറയാനുണ്ട് ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് അതിലേക്ക് വരാം. റിസർച്ച് അസിസ്റ്റന്റ് 2018 PSC ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ബാസ്ക്കറ്റിനകത്ത് 15 ഓറഞ്ച് ഉണ്ടെന്ന് വിചാരിക്കുക. എ ബാസ്ക്കറ്റ് ഓഫ് 15 ഓറഞ്ചസ് ഹാസ് ആൻ ആവറേജ് വെയിറ്റ് ഓഫ് 200 grams. അതായത് ഒരു ബാസ്ക്കറ്റിനകത്ത് എല്ലാം കൂടെ 15 ഓറഞ്ച് ഉണ്ട്. ശ്രദ്ധിക്കുക, ഒരു ബാസ്ക്കറ്റിനകത്ത് എല്ലാം കൂടെ 15 ഓറഞ്ച് ഉണ്ട്. അതിന്റെ അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത് എത്രയാണ്? X ബാർ എന്ന് പറയുന്നത് 200 ആണെന്ന് വിചാരിക്കുക. ഇതിനകത്തുനിന്ന് ഉള്ള ഒരു ഓറഞ്ചിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 250 gram ഉള്ള ഒരു ഓറഞ്ച് ഞാൻ എന്ത് ചെയ്യുവാണ്? ഇതിനകത്തുനിന്ന് എടുത്തങ്ങ് വെളിയിൽ കളയുവാണ്. ഞാൻ എന്ത് ചെയ്യുവാണ്? ഇതിനകത്തുനിന്ന് എടുത്ത് വെളിയിൽ കളഞ്ഞിട്ട് പകരം എന്ത് ചെയ്യുവാണ്? ഞാൻ 235 gram ഉള്ള ഒരു ഓറഞ്ചിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുവാണ്. അങ്ങനെയാണെങ്കിൽ ആ പുതിയ ബാസ്ക്കറ്റ് ആയാലും ഇപ്പം, അതായത് 250 gram ഉള്ള ഒരു ഓറഞ്ചിനെ എടുത്ത് കളഞ്ഞു, പകരം 235 gram ഉള്ള ഒരു ഓറഞ്ചിനെ എടുത്ത് വെച്ചു. അങ്ങനെയാണെങ്കിൽ ഈ പുതിയ ഡേറ്റാ സെറ്റ് അല്ലെങ്കിൽ ഈ പുതിയ ബാസ്ക്കറ്റ് ഓഫ് ഓറഞ്ചിന്റെ മീൻ എത്രയാണെന്നാണ് നമ്മളടുത്ത് ചോദിച്ചിരുന്നത്. ഈ ക്വസ്റ്റ്യൻ പല രീതിയിൽ നിങ്ങൾക്ക് ആലോചിച്ച് പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതിന്റെ ഒരു ഞാൻ പറഞ്ഞുതരാം. അതായത് എല്ലാം കൂടെ എന്റെ കയ്യിൽ എത്ര ഓറഞ്ചാണ് ഉണ്ടായിരുന്നത്? 15 ഓറഞ്ചാണ് ഉണ്ടായിരുന്നത്. ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത് ആ ബാസ്ക്കറ്റിൽ അപ്പോൾ ഉള്ള ടോട്ടൽ വെയിറ്റ് ആണ്. 15 ഓറഞ്ച് ഉണ്ടായിരുന്നു. അതിന്റെ ഓരോന്നിന്റെ മീൻ എത്രയാണ്? അതിന്റെ മീൻ എന്ന് പറയുന്നത് 200 ആണ്. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? 15 ഗുണം 200 എടുത്തു കഴിഞ്ഞാൽ എനിക്ക് അവിടുത്തെ ടോട്ടൽ കിട്ടും. ഞാനത് എന്തുകൊണ്ടാണ് എഴുതിയത്? എനിക്കറിയാം X ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സമ്മേഷൻ xi/n ആണ്. ഈ ഇതിനെ ഇവിടെ ഞാൻ എന്താ എഴുതി നേരത്തെ? nx ബാർ ഈസ് ഈക്വൽ ടു സമ്മേഷൻ xi. അതായത് എന്താണ് ഈ സമ്മേഷൻ xi എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ആണ്. ഈ ടോട്ടൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്പറിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? അരിത്തമെറ്റിക് മീൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് എനിക്ക് എന്ത് ചെയ്തു? 15 ഗുണം 200 എടുക്കുമ്പോൾ എനിക്ക് അവിടുത്തെ ടോട്ടൽ കിട്ടും. മനസ്സിലായോ? ഇനി അപ്പൊ എനിക്ക് അവിടുത്തെ ടോട്ടൽ ആ ബാസ്ക്കറ്റ് ഉള്ളത് കിട്ടി. ഞാൻ അതിനകത്ത് എന്ത് ചെയ്ത് അടുത്ത ചെയ്തേക്കുന്നത്? ഇതിനകത്തുനിന്ന് ഒരു 250 gram ഉള്ള ഒരാളുടെ എടുത്ത് കളയുന്നു. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്? -250. 250 ഈ ടോട്ടൽ ഇത്രയാ ഉണ്ടായിരുന്നു. ആ ബാസ്ക്കറ്റിനകത്ത് ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് ഇത്രയായിരുന്നു. 15 കൂടെ 200 ആയിരുന്നു. അതിനകത്ത് ഞാൻ എന്ത് ചെയ്തു? -250. അപ്പൊ എന്ത് ചെയ്തു? 250 ഉള്ള ആളുടെ എടുത്ത് കളഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? പ്ലസ് പകരക്കാരനായിട്ട് ഞാൻ ആരെ കൊണ്ടുവന്നു? 235 gram ഉള്ള ഒരാളിനെ കൊണ്ടുവന്നു. ഇനി ഡിവൈഡഡ് ബൈ ഇവിടുത്തെ ടോട്ടൽ കിട്ടിയല്ലോ. ആ ബാസ്ക്കറ്റ് ഇപ്പോൾ ഉള്ള ഇത്ര ആൾക്കാരുണ്ടെന്ന് എനിക്ക് അവിടുത്തെ ടോട്ടൽ വെയിറ്റ് എനിക്ക് കിട്ടി. അതായത് ആദ്യം ഉണ്ടായിരുന്ന വെയിറ്റിൽ നിന്നും 250 gram ഉള്ള ഒരു ഓറഞ്ചിനെ എടുത്ത് കളഞ്ഞിട്ട് 235 gram ഉള്ള ഒരു ഓറഞ്ചിനെ ഞാൻ ഇവിടത്തേക്ക് ആഡ് ചെയ്തു. ഇനി ഇവിടെ എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ എന്താണ്? ഇവിടെ വീണ്ടും 15 ഓറഞ്ച് തന്നെയാണുള്ളത്. കാരണം എന്താണ്? ആദ്യം 15 ഓറഞ്ച് ഉണ്ടായിരുന്നു. ഇത് ഞാൻ ഒരു ഓറഞ്ച് എടുത്ത് കളഞ്ഞു. വീണ്ടും ഞാൻ എന്ത് ചെയ്തു? 15 ഓറഞ്ചിനെ തന്നെയാണ് ഞാൻ എന്ത് ചെയ്തേക്കുന്നത്? അതായത് ആദ്യം ഉണ്ടായിരുന്ന ഒരു ഓറഞ്ചിനെ എടുത്ത് കളഞ്ഞു. എന്നിട്ട് പകരം പുതിയൊരു ഓറഞ്ചിനെ കൊണ്ടുവച്ചു. അപ്പോഴത്തേക്ക് എണ്ണത്തിന് വല്ല മാറ്റം ഉണ്ടാ? ഇല്ല, ഒരു മാറ്റം ഇല്ല. ആദ്യം എത്രയാണോ ഉണ്ടായിരുന്നത് അത് തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ എന്ത് ചെയ്താൽ മതി? ഇനി നമ്മൾ ഇത് കണ്ടുപിടിച്ചാൽ മതി. ആർക്കെങ്കിലും അത് ആ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഹലോ, മൈക്ക് ഒന്ന് ഓഫ് ചെയ്യാമോ? ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് എടുക്കുമ്പോഴത്തേക്ക് 2985 ഡിവൈഡഡ് ബൈ 15 നമുക്കത് 190. ഓക്കെ,
അപ്പൊ ഇതിന്റെ ആൻസർ എ ഓപ്ഷൻ 199 ഗ്രാം എന്ന് കിട്ടും. ഞാൻ ഈ പറഞ്ഞ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലായല്ലോ. ഞാൻ ഇതേ കൺസെപ്റ്റ് വെച്ചിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യൻ പറഞ്ഞു. അതായത് ഇതേ ക്വസ്റ്റ്യനെ വേറൊരു രീതിയിൽ നമ്മൾ ഇവിടെ പറയാൻ പോകും. ദ ആവറേജ് ഓഫ് n ഒബ്സർവേഷൻസ്. നമ്മളിവിടെ n ഒബ്സർവേഷൻസ് എടുക്കുകയാണ്. അതായത് x1, x2 എക്സെട്ര xn ഒബ്സർവേഷൻസ് എടുക്കുകയാണ്. ഇതിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ m ആണ്, അല്ലെങ്കിൽ m ആണ്. നമ്മൾ x ബാർ എന്നല്ല പറയുന്നത്, m ആണ്. ഓക്കെ, ഇനി ഇവിടെ ഞാൻ എന്ത് ചെയ്യുവാണ്, നേരത്തെ പറഞ്ഞതുപോലെ x1നെ ഞാൻ എന്ത് ചെയ്യുവാണ്, ഇവിടെ നിന്ന് എടുത്തങ്ങ് കളയുവാണ്. അതിന് പകരം ഞാൻ ആരെ എടുത്തുകൊണ്ട് വരുവാണ്, എ എന്ന് പറയുന്ന ഒരാളിനെ കൊണ്ടുവരുവാണ്. അങ്ങനെയാണെങ്കിൽ ഈ പുതിയ ഡേറ്റാ സെറ്റിന്റെ മീനാണ് ചോദിച്ചിരുന്നത്. പുതിയ ഡേറ്റാ സെറ്റിന്റെ മീനാണ് ചോദിച്ചിരുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടുത്തെ ആദ്യത്തെ മീൻ എന്തായിരുന്നു, ഇവിടെ എം എന്ന് പറയുന്ന മീൻ എങ്ങനെയായിരുന്നു കിട്ടുന്നത്, നമ്മൾ x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര പ്ലസ് xn ഡിവൈഡഡ് ബൈ n ആൾക്കാരല്ലേ ഉള്ളത്. അപ്പൊ എന്ത് കിട്ടും നമുക്ക്, nm എന്ന് പറയുമ്പോഴത്തേക്കായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര പ്ലസ് xn. അല്ലെങ്കിൽ നിങ്ങൾ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ആലോചിച്ചാലും മതി. അതായത് x1 x2 എക്സെട്ര xn ആൾക്കാരുണ്ട്, അവരുടെ മീൻ എന്ന് പറയുന്നത് m ആണ്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ടോട്ടൽ, ആദ്യത്തെ ടോട്ടൽ കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, അവിടെ എത്ര ആൾക്കാരുണ്ടായിരുന്നു, n ആൾക്കാർ. ആ n കൊണ്ട് ആരെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ഈ അരിത്തമെറ്റിക് മീനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. n കൊണ്ട് അരിത്തമെറ്റിക് മീനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈ ടോട്ടൽ ഇവിടെ കിട്ടും. ഇതേ കണക്ക് നിങ്ങൾ എഴുതി നോക്കേണ്ട ആവശ്യം പോലും ഇല്ല. അതായത് എന്താണ്, നമ്മൾ ആദ്യം നമ്മുടെ ഒരു ഡേറ്റാ സെറ്റ് ഉണ്ട്, അതിന്റെ മീൻ എന്ന് പറയുന്നത് m ആണ്. അവിടെ n ഒബ്സർവേഷൻ ആണുള്ളത്. അപ്പൊ അവിടുത്തെ ടോട്ടൽ കണ്ടുപിടിക്കാൻ x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര പ്ലസ് xn കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. എന്ത് ചെയ്താൽ മതി, അവിടുത്തെ അരിത്തമെറ്റിക് മീനെ അവിടുത്തെ എണ്ണം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എന്തെന്ന് കിട്ടും, nm എന്ന് കിട്ടും. മനസ്സിലായോ? ഇനി ഞാൻ അവിടെ എന്താണ് ചെയ്തേക്കുന്നത്, ഇവിടെ x1 എന്ന് പറയുന്ന ആളിനെ എടുത്തങ്ങ് കളഞ്ഞു. അതുകൊണ്ട് മൈനസ് x1, ടോട്ടലിൽ നിന്ന് x1നെ എടുത്ത് കളഞ്ഞു, മൈനസ് x1. പകരം ആരെ കൊണ്ടുവന്നു, പ്ലസ് എ എന്ന് പറയുന്ന ഒരാളിനെ ആഡ് ചെയ്തു. എണ്ണത്തിൽ വല്ല മാറ്റം ഉണ്ടോ? ഇല്ല. വീണ്ടും പഴയ എണ്ണം തന്നെയാണ്. എത്രയായിരുന്നു എണ്ണം, n എണ്ണം തന്നെ ആയിരുന്നു. എന്താണ്, nm മൈനസ് x1 പ്ലസ് എ എന്നുള്ളതാണ്. അപ്പൊ നമുക്കുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ടി ഓപ്ഷനാണ് ആൻസർ ആയിട്ട് വരുന്നത്. ശ്രദ്ധിക്കുക, അത് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലാസ് നിങ്ങൾ അത് ഒന്നും കൂടെ എന്ത് ചെയ്യുക, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ നിങ്ങൾ ഓർത്തു നോക്കുക. ഓക്കെ, ഇത്തരം ക്വസ്റ്റ്യനുകൾ നമ്മുടെ അടുത്ത് ചോദിക്കാവുന്നതാണ്. ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. അതായത് ആദ്യം നമ്മുടെ കയ്യിൽ കുറെ ആൾക്കാരുണ്ടായിരുന്നു, അതിന്റെ മീനൊക്കെ നമുക്കറിയാം. അതിനകത്തുനിന്ന് ഒരാളെ എടുത്തങ്ങും കളയും, എന്നിട്ട് പുതിയൊരാളിനെ കൊണ്ടുവരും. അങ്ങനെയാണെങ്കിൽ പുതിയ ഡേറ്റാ സെറ്റിന്റെ മീൻ എന്തായിരിക്കും എന്നുള്ള ചോദ്യമാണ്. നമ്മൾ ഒരേ ക്വസ്റ്റ്യൻ തന്നെ രണ്ട് രീതിയിൽ കണ്ടു. പക്ഷെ ആ രണ്ട് രീതിയിൽ വരുമ്പോഴും ഞാൻ പറഞ്ഞ ഈ ഒരു രീതിയിൽ ആലോചിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് മറന്നു പോകില്ല. അതായത് നമ്മളെ ആദ്യത്തെ മീൻ എന്ന് പറയുന്നത് ഇവിടെ m ആയിരുന്നു, അവിടെ എത്ര ഒബ്സർവേഷൻ n ആയിരുന്നു. അപ്പൊ n m എടുക്കുമ്പോൾ അവിടുത്തെ ടോട്ടൽ കിട്ടും. അതിനകത്ത് മൈനസ് x, ഒരാളെ എടുത്ത് കളഞ്ഞു x1 പ്ലസ് ഒരാളെ നമ്മൾ എന്ത് ചെയ്തു, ആഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ രീതിയിൽ അത് എഴുതാൻ പറ്റും. അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ദ അരിത്തമെറ്റിക് മീൻ ഓഫ് എ ആൻഡ് ബി ഈസ് എ റൈസ് ടു n പ്ലസ് ബി റൈസ് ടു n ഡിവൈഡ് ബൈ എ റൈസ് ടു n മൈനസ് 1 പ്ലസ് ബി റൈസ് ടു n മൈനസ് 1. ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് ഇത്രയേ ഉള്ളൂ. അരിത്തമെറ്റിക് മീൻ ഓഫ് രണ്ട് നമ്പർ ഉണ്ട്, എ എന്നും ബി എന്നും പറയുന്ന നമ്പർ ഉണ്ട്. ഇതിന്റെ സത്യത്തിൽ എ എന്നും ബി എന്നും പറയുന്ന നമ്പർ, രണ്ട് നമ്പറിന്റെ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കാൻ പറയുന്നത് എ പ്ലസ് ബി ബൈ 2 ആണ് എന്തെന്ന് പറയുന്നത്, അതിന്റെ അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത്. പക്ഷെ അവര് പറഞ്ഞേക്കുന്നത് എന്താണ്, ഇതെന്ന് പറയുന്നത് അതല്ല. അവര് പറഞ്ഞേക്കുന്നത് എ റൈസ് ടു n പ്ലസ് ബി റൈസ് ടു n ഡിവൈഡഡ് ബൈ എ റൈസ് ടു n മൈനസ് 1 പ്ലസ് ബി റൈസ് ടു n മൈനസ് 1. ഇങ്ങനെയാണ് അവര്, അതായത് അവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് ഇതാണ്, എ റൈസ് ടു n പ്ലസ് ബി റൈസ് ടു n ഡിവൈഡഡ് ബൈ എ റൈസ് ടു n മൈനസ് 1 പ്ലസ് ബി റൈസ് ടു n മൈനസ് 1. പക്ഷെ നമുക്കറിയാം എന്താണ്, എ പ്ലസ് ബി ബൈ 2 ആണ്. ഇത് രണ്ടും ഈക്വൽ ആണെന്ന് നമുക്കറിയാം. കാരണം എന്താണ്, നമുക്കറിയാം ഇതാണ് അരിത്തമെറ്റിക് മീൻ. ക്വസ്റ്റ്യൻ അവർ ഇതാണ് തന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ n എത്ര വരുമ്പോഴത്തേക്കാണ്, അല്ലെങ്കിൽ n എന്ത് വിലയാവുമ്പോഴാണ് ഇതിന് ഈക്വൽ ആവുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. മനസ്സിലാവുകയോ? എന്നിന് എത്ര കൊടുക്കുമ്പോഴാണ് ഇത് ഈക്വൽ ആവുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. നമ്മൾ ഒരിക്കലും ഇത്തരം ക്വസ്റ്റ്യനുകൾ ചോദിക്കുന്ന സമയത്ത് നമ്മളിത് സോൾവ് ചെയ്യാൻ നിൽക്കരുത്. കാരണം ഇത് നിങ്ങൾക്ക് സോൾവ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. മാത്രമല്ല നമ്മുടെ ഫുൾ സമയം പോകും. നമ്മൾ ഇതിന്റെ ഒരു തിയറിയോ കാര്യങ്ങളോ ഒന്നുമല്ല, നമ്മളിത് വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നാണ്. ഇത്തരം ക്വസ്റ്റ്യനുകൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഓപ്ഷൻസിലുള്ള വാല്യൂസ് എന്ത് ചെയ്യുക നോക്കുക, ഇതിനകത്തേക്ക് ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. നമുക്ക് ആ ഓപ്ഷനകത്ത് എന്ത് ചെയ്യാം, ആദ്യം എന്നിന് 1 കൊടുത്തു നോക്കാം. അപ്പൊ എന്താണ്, എന്നിന് 1 കൊടുക്കുമ്പോൾ എന്താണ്, എ റൈസ് ടു n പ്ലസ് ബി റൈസ് ടു n ഡിവൈഡഡ് ബൈ എ റൈസ് ടു n മൈനസ് 1 പ്ലസ് ബി റൈസ് ടു n മൈനസ് 1. ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, എന്നിന് 1 കൊടുക്കുവാണ്. അപ്പൊ എന്ത് കിട്ടും, എ റൈസ് ടു 1 പ്ലസ് ബി റൈസ് ടു 1 ഡിവൈഡഡ് ബൈ എ റൈസ് ടു 1 മൈനസ് 1 പ്ലസ് ബി റൈസ് ടു 1 മൈനസ് 1
അപ്പൊ എനിക്ക് എന്ത് കിട്ടും ഇവിടെ എ റൈസ് ടു 1 ഏതെങ്കിലും ഒരു നമ്പർ റൈസ് ടു 1 എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും കിട്ടുന്നത്? ആ നമ്പർ തന്നെ ആയിരിക്കും കിട്ടുക. അല്ലെങ്കിൽ എന്താണ് 2 റൈസ് ടു 1 എടുത്താൽ 2 തന്നെ ആയിരിക്കും കിട്ടുക. ഒരു കാര്യം കൂടെ അറിയുക, 2 റൈസ് ടു 1 എടുത്താൽ 2 കിട്ടും. അങ്ങനെയാണെങ്കിൽ 2 റൈസ് ടു 0 എടുത്താൽ എത്ര കിട്ടും? 1 കിട്ടും. അതായത് ഏതൊരു ക്വാണ്ടിറ്റി റൈസ് ടു 0 എടുത്താലും 1 ആയിരിക്കും. അതായത് എ റൈസ് ടു 0 ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 1 കിട്ടും. അല്ലെങ്കിൽ ബി റൈസ് ടു 0 എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബി ആയിരിക്കും കിട്ടുക. ആ റിസൾട്ട് ഓർത്ത് വയ്ക്കുക. അപ്പൊ എന്താണ് എ റൈസ് ടു 1 ഇവിടെ എ ആണ്, പ്ലസ് ബി ഡിവൈഡഡ് ബൈ എ റൈസ് ടു 1 മൈനസ് 1. അതായത് എന്താണ് 1 മൈനസ് 1 എന്താണ് 0 ആണ്. അപ്പൊ ഇവിടെ ഒരു എ റൈസ് ടു 0 പ്ലസ് ഇവിടെ ബി റൈസ് ടു 1 മൈനസ് 1 ബി റൈസ് ടു 0. എന്ത് കിട്ടും? എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ ഞാൻ പറഞ്ഞു ഇവിടെ എ റൈസ് ടു 0 ബി റൈസ് ടു 0. ഇവിടെ ബി റൈസ് ടു 0 ബി അല്ല, ഇവിടെ ബി റൈസ് ടു 0 എന്ന് പറയുന്നത് 1 ആണ്. അങ്ങനെയാണോ പറഞ്ഞത്? എ റൈസ് ടു 0 1 ആണ്, അതുപോലെ ബി റൈസ് ടു 0 1 ആണ്. ഓക്കെ, ശ്രദ്ധിക്കുക. ഓക്കെ, എ റൈസ് ടു 0 1 ആണ്, ബി റൈസ് ടു 0 1 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 1 പ്ലസ് 1 എന്ന് കിട്ടും. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? എ പ്ലസ് ബി ഡിവൈഡ് ബൈ 2 എന്ന് കിട്ടും. അപ്പൊ എന്താണ് n ഈസ് ഈക്വൽ ടു 1 ആവുന്ന സമയത്ത് ഈ അരിത്തമെറ്റിക് മീൻ എന്ത് തന്നെ നമ്മളതാ ഈ എ പ്ലസ് ബി ബൈ 2 ആണ് വരേണ്ടത്. അത് തന്നെ വരുന്നുണ്ട്. അപ്പൊ എന്താണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എ ഓപ്ഷൻ തന്നെയാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞത് പോലത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഈ കൊടുത്തേക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞത് പോലത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. നമുക്ക് നോക്കാം. ഇത്രയും ക്വസ്റ്റ്യൻ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മൾ ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാമേ. സർ ലാസ്റ്റ് പറഞ്ഞ ക്വസ്റ്റ്യൻ മനസ്സിലായില്ല. ലാസ്റ്റ് പറഞ്ഞ ക്വസ്റ്റ്യൻ എന്തുകൂടെ പറയാം? ഈ ക്വസ്റ്റ്യൻ ആണോ? അതെ. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞുതരാം. നിങ്ങൾ അതുപോലെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അപ്പൊ തന്നെ ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ചോദിച്ചു നമുക്ക് അത് കറക്റ്റ് ചെയ്ത് തന്നെ പോകാം. കണ്ടിന്യൂഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ. അതായത് ഇഫ് ദ അരിത്തമെറ്റിക് മീൻ ഓഫ് എ ആൻഡ് ബി ഈസ് എ റൈസ് ടു n പ്ലസ് ബി റൈസ് ടു n ഡിവൈഡഡ് ബൈ എ റൈസ് ടു n മൈനസ് 1 പ്ലസ് ബി റൈസ് ടു n മൈനസ് 1 ദെൻ n ഈസ്. അവർ എന്നിന്റെ വില കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. എന്റെ കയ്യിൽ എ എന്നും ബി എന്നും പറയുന്ന 2 നമ്പറുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ 2 നമ്പറുകളുടെ അരിത്തമെറ്റിക് മീൻ എന്താണെന്നാണ് അവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്? എ റൈസ് ടു n പ്ലസ് ബി റൈസ് ടു n ഡിവൈഡഡ് ബൈ എ റൈസ് ടു n മൈനസ് 1 പ്ലസ് ബി റൈസ് ടു n മൈനസ് 1 എന്നാണ് അവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ എന്നിന്റെ വില കണ്ടുപിടിക്കാനാണ് അവർ പറഞ്ഞേക്കുന്നത്. ഇതാണ് ഇവിടുത്തെ അരിത്തമെറ്റിക് മീൻ എങ്കിൽ ആ എന്നിന്റെ വില എത്ര വരും? അല്ലെങ്കിൽ ഇതൊരു അരിത്തമെറ്റിക് മീൻ ആവണമെങ്കിൽ n ഏത് വാല്യൂ എടുത്താലായിരിക്കാം ഇതൊരു അരിത്തമെറ്റിക് മീനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം ഇവിടെ 2 നമ്പറേ ഉള്ളൂ, എയും ബിയും 2 നമ്പറല്ലേ ഉള്ളൂ. അപ്പൊ എന്താണ് ഇവിടുത്തെ അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ബൈ 2 ആണ്. അപ്പൊ സത്യത്തിൽ എന്താണ് നമുക്കറിയാം ഇതാണ് അരിത്തമെറ്റിക് മീൻ എന്ന്. ക്വസ്റ്റ്യൻ അവർ ഇതാണ് അരിത്തമെറ്റിക് മീൻ എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പൊ എന്താണ് ഇത് രണ്ടും ഈക്വൽ ആണെന്ന് നമുക്കറിയാം. ഇത് നമ്മുടെ തിയറി, ഇതെന്താണ് ക്വസ്റ്റ്യൻ അവര് കൊടുത്തേക്കുന്ന തിയറി. മനസ്സിലായോ? അപ്പോഴെന്താണ് ഇത് രണ്ടും ഈക്വൽ ആണ് നമുക്കറിയാം. ഈ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ എന്നിന് ഏത് വാല്യൂ വരുമ്പോഴാണ് ഇത് എ പ്ലസ് ബി ബൈ 2 ആവുന്നതെന്ന് മാത്രം നോക്കിയാൽ മതി. എന്നിന് നമ്മൾ ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് എന്താന്ന് പറയുന്നത് ഈ സാധനം മാറുന്നത്? എ റൈസ് ടു n പ്ലസ് ബി റൈസ് ടു n ഡിവൈഡ് ബൈ എ റൈസ് ടു n മൈനസ് 1 പ്ലസ് ബി റൈസ് ടു n മൈനസ് 1. ഇതെന്ന് പറയുന്നത് എ പ്ലസ് ബി ബൈ 2 ആവുന്നത് എപ്പോഴാണെന്ന് മാത്രം നോക്കിയാൽ മതി. നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ ഇതിനെ സോൾവ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് എന്നിന്റെ വില കണ്ടുപിടിക്കാം. പക്ഷെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുള്ള ഈ ക്വസ്റ്റ്യനകത്തുള്ള ഓപ്ഷൻസ് ഓരോന്നായിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആദ്യം നോക്കി എ ഓപ്ഷൻ 1 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? എന്നിന് 1 കൊടുത്താണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്? ഇത് ചെയ്യാനായിട്ട് പോകുന്നത്. അതിന് മുന്നേ ഞാൻ 2 റിസൾട്ടുകൾ പറഞ്ഞു തരുന്നു. ഒന്നുമില്ല, 2 റൈസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. 2 റൈസ് ടു 1 എന്ന് പറഞ്ഞാൽ 2 തന്നെയാണ് കിട്ടുന്നത്. അതായത് ഏതെങ്കിലും ഒരു നമ്പർ റൈസ് ടു 1 വന്നു കഴിഞ്ഞാൽ ആ സെയിം നമ്പർ തന്നെ വരും. ഏതെങ്കിലും ഒരു നമ്പർ റൈസ് ടു 0 എന്ന് എടുത്തു കഴിഞ്ഞാൽ അത്രയ്ക്ക് 1 ആയിരിക്കും. അത് എത്ര വലിയ 1517 റൈസ് ടു 0 എടുത്തു കഴിഞ്ഞാൽ അത്രയ്ക്ക് 1 ആയിരിക്കും വരുന്നത്. എത്ര വലിയ വാല്യൂ ആണെങ്കിലും റൈസ് ടു 0 എടുക്കുമ്പോൾ 1 ആയിരിക്കും വരുന്നത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. എന്നിന് 1 കൊടുക്കുവാണ് ഞാൻ. എന്നിന് 1 കൊടുക്കുന്ന സമയത്ത് ഇവിടെ എന്ത് വരും? എ റൈസ് ടു 1 പ്ലസ് ബി റൈസ് ടു 1 ഡിവൈഡഡ് ബൈ എ റൈസ് ടു 1 മൈനസ് 1 പ്ലസ്
ബി റൈസ് ടു 1 മൈനസ് 1. എന്നിന് 1 കൊടുക്കുവാണ്, ഇവിടെ n മൈനസ് 1, ഇവിടെ n മൈനസ് 1. അപ്പൊ ഇവിടെ എന്ത് കിട്ടും? എ റൈസ് ടു 1 എ തന്നെ കിട്ടും, പ്ലസ് അത് ബി തന്നെ വരും. ഇനി എ റൈസ് ടു 1 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 1 മൈനസ് 1 സീറോ അല്ലേ? 1 മൈനസ് 1 എന്ന് പറയുന്നത് സീറോ അല്ലേ? 1 മൈനസ് 1 സീറോ. അപ്പൊ എന്ത് കിട്ടുന്നത്? എ റൈസ് ടു 0 പ്ലസ് ഈ ബി റൈസ് ടു 1 മൈനസ് 1 അതെന്തായാലും ബി റൈസ് ടു 0. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ എ റൈസ് ടു 0 1, ബി റൈസ് ടു 0 1. അപ്പൊ എന്ത് കിട്ടുന്നത്? എ പ്ലസ് ബി ബൈ 2 എന്ന് കിട്ടിക്കഴിഞ്ഞു. അതായത് എന്ത് കിട്ടി? ആൻസർ n ഈക്വൽ ടു 1 തന്നെയാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇത്തരം ക്വസ്റ്റ്യനുകൾ വരുന്ന സമയത്ത് നമ്മൾ ഓപ്ഷൻസിനകത്തുള്ള ആളുകളെ എന്ത് ചെയ്ത് നോക്കിയാൽ മതി? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ആൻസർ കിട്ടും. മനസ്സിലായോ? ഡൗട്ട് ചോദിച്ച ആളിന് മനസ്സിലായായിരുന്നോ? മനസ്സിലായി. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. പറഞ്ഞതിനകത്ത് എന്തെങ്കിലും കൺസെപ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. ചില കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുമ്പോഴത്തേക്ക് ചില പോയിന്റ്സും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഇതായിരിക്കും. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. സാറ് ഇപ്പൊ റെക്കോർഡ് നോക്കുമ്പോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എങ്ങനെയാ ചോദിക്കുക? അപ്പൊ എപ്പോഴാ ചോദിക്കണ്ടേ സാറ്? അതായത് നിങ്ങൾക്ക് അടുത്ത ക്ലാസ് വരുമ്പോൾ ചോദിക്കാൻ പറ്റും. അതായത് അടുത്ത സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ക്ലാസ് വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ക്ലാസ്സിലുള്ള ഡൗട്ടുകൾ ചോദിക്കാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്ലാതെ നോക്കുമ്പോഴത്തേക്ക് അടുത്ത ക്ലാസ് വരെ വെയിറ്റ് ചെയ്യാനുള്ള സമയമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അല്ലാതെ മെസ്സേജ് അയച്ചാലും നമ്മുടെ നോട്ടീസുള്ള നമ്പറിലേക്ക് നിങ്ങളുടെ ഡൗട്ട് മെസ്സേജ് അയച്ചാലും അത് നിങ്ങൾക്കായിട്ട് ആൻസർ പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളിപ്പം പഠിച്ച് ആ സമയത്തൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. പിന്നീട് ചിലപ്പോൾ ചില ക്വസ്റ്റ്യനുകൾ കാണുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും അങ്ങനത്തെ ചില ഇതായിട്ടുള്ള ഡൗട്ടുകൾ ഉണ്ടാകും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഈ ഡൗട്ട് ക്ലിയറൻസിന് വേണ്ടി മാത്രമുള്ള ക്ലാസ്സുകൾ വരുന്നത്. അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറെ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ അതിനകത്ത് ചോദിക്കാൻ പറ്റും. പിന്നെ ഞാൻ ഇപ്പോഴും പറയുന്നത്, നിങ്ങൾ റെക്കോർഡ് ക്ലാസ് ഉണ്ടെന്ന് കരുതി ലൈവ് ക്ലാസ് മിസ്സാക്കരുത്. ലൈവ് ക്ലാസ് തന്നെ നിങ്ങൾക്കുള്ള ഡൗട്ട് ആയിരിക്കത്തില്ല അടുത്തൊരാൾക്ക് ഉണ്ടാവുക. അപ്പം എല്ലാ ഡൗട്ടുകളും കൃത്യമായിട്ട് വീഡിയോയിൽ പോകുക.